ഹയർ സെക്കൻഡറി രണ്ടാം വർഷ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളുടെ ചരിത്ര പഠനവുമായി ബന്ധപ്പെട്ട റിവിഷൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഞാൻ ഗിരീഷ്, കൊല്ലം ജില്ലയിലെ കുറ്റിക്കാട് CP ഹയർ സെക്കൻഡറി സ്കൂളിലെ ചരിത്ര അധ്യാപകനാണ്. എന്നോടൊപ്പം നിങ്ങളോട് സംസാരിക്കുന്നതിനായി മറ്റൊരു ടീച്ചർ കൂടിയുണ്ട്. ഞാൻ നിഷ ആൻ ജേക്കബ്, മാവേലിക്കര ബിഷപ്പ് ഹോജർ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. 4 പാഠപുസ്തകങ്ങളിലായി നിങ്ങൾക്ക് 15 തീമുകളാണല്ലോ പഠിക്കുവാനുള്ളത്. അവയൊക്കെ തന്നെ നിങ്ങൾ പരിചയപ്പെട്ട് കാണും. എന്നിരുന്നാലും ഈ റിവിഷൻ ക്ലാസ്സിൽ ഞങ്ങൾ നിങ്ങളെ ഇതിൽ നിന്ന് പ്രധാനമായും സെലക്ട് ചെയ്ത 8 തീമുകളെയാണ് നിങ്ങളെ ഇന്ന് കൂടുതൽ പരിചയപ്പെടുത്തുന്നത്. അവ ഏതെല്ലാമെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ വർഷത്തെ ഫോക്കസ് ഏരിയയായി തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന ടോപ്പിക്കുകൾ ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ബോൺസ്. നിങ്ങൾ ഇഷ്ടികകൾ, മുത്തുമണികൾ, അസ്ഥികൾ എന്ന ഒന്നാമത്തെ തീമിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? കിങ്സ്, ഫാമേഴ്സ് ആൻഡ് ടൗൺസ്. രാജാക്കന്മാർ, കർഷകർ, നഗരങ്ങൾ എന്ന രണ്ടാമത്തെ തീം. തിങ്കേഴ്സ്, ബിലീഫ്സ് ആൻഡ് ബിൽഡിംഗ്സ് ആൻഡ് ത്രൂ ദ ഐസ് ഓഫ് ട്രാവലേഴ്സ്. നമ്മൾ സഞ്ചാരികളുടെ കണ്ണുകളിലൂടെ എന്ന് പറയുന്ന മറ്റൊരു അധ്യായം. ആൻഡ് ഇംപീരിയൽ ക്യാപിറ്റൽ വിജയനഗര. വിജയനഗര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാഠഭാഗം. റിബൽസ് ആൻഡ് ദ രാജ്. 1857 കലാപത്തെക്കുറിച്ച് പറയുന്ന മഹാത്മാഗാന്ധി ആൻഡ് ദ നാഷണലിസ്റ്റ് മൂവ്മെന്റ്. ദേശീയ പ്രസ്ഥാനവും നമ്മുടെ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട തീം. കേരള ടുവേർഡ്സ് മോഡേണിറ്റി. കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഈ 8 തീമുകളാണ് നമുക്കിന്ന് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ തീമായ നമ്മുടെ ഇഷ്ടികകൾ, മുത്തുകൾ, അസ്ഥികൾ എന്ന് പറയുന്ന തീമിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായും 7 സബ് യൂണിറ്റുകളാണ് മനസ്സിലാക്കേണ്ടത്. ആ സബ് യൂണിറ്റുകൾ കൂടി ഞാനൊന്ന് പറയട്ടെ. സബ്സിസ്റ്റൻസ് സ്ട്രാറ്റജീസ്, അതായത് നമ്മൾ ഹരപ്പൻ ജനതയെക്കുറിച്ചാണല്ലോ പറയുന്നത്. ആ ജനതയുടെ അതിജീവന മാർഗങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നും അവരുടെ മോഹൻജദാരോ എന്ന് പറയുന്ന പട്ടണത്തെ നിങ്ങൾ കേട്ടില്ലയോ? ആ മോഹൻജദാരോ എന്ന് പറയുന്ന നഗരത്തെ എങ്ങനെയാണ് ഒരു ആസൂത്രിത നഗരമായി നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുക? ട്രാക്കിംഗ് സോഷ്യൽ ഡിഫറൻസസ്. നമ്മൾ അവരുടെ സാമൂഹികമായിട്ടുള്ള വ്യത്യാസങ്ങളെ എങ്ങനെയാണ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയുക എന്ന മേഖല. ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ. അവര് നമ്മളെ ഹരപ്പൻ ജനത എങ്ങനെയായിരുന്നു കരകൗശല വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചത്, അവരുടെ നിർമ്മാണ രീതി എന്നത്. സ്ട്രാറ്റജീസ് ഫോർ പ്രൊക്യൂറിംഗ് മെറ്റീരിയൽസ്. അതെ, കറക്റ്റ്. അതിനോട് അവർ എങ്ങനെയാണ് ഈ പറയുന്ന മെറ്റീരിയൽസ്, അവരെവിടെ നിന്നെല്ലാമാണ് ഈ ക്രാഫ്റ്റ് പ്രൊഡക്ഷനും മറ്റുമായി സാധനങ്ങൾ കൊണ്ടുവന്നത്. സീൽസ്, സ്ക്രിപ്റ്റ്സ് ആൻഡ് വെയ്റ്റ്സ്. യെസ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള മേഖലയാണ് അതല്ലേ? എന്തായിരുന്നു അവരുടെ ലിപികളെ സംബന്ധിച്ച്, അവരുടെ സീലുകളെ സംബന്ധിച്ച്, ഒപ്പം അളവ്, തൂക്കം. And finally, the end of the civilization. ഈ ഹരപ്പൻ സിവിലൈസേഷൻ അധപതിച്ചല്ലോ. അതിനുള്ള വിവിധങ്ങളായ കാരണങ്ങൾ. ഇങ്ങനെയുള്ള 7 മേഖലകളാണ് നമുക്ക് ബ്രിക്സ്, ബീഡ്സ്, ബോൺസ് എന്ന് പറയുന്ന ഒന്നാമത്തെ തീമിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആദ്യത്തെ ഭാഗം ഏതാ പറഞ്ഞത്? സബ്സിസ്റ്റൻസ് സ്ട്രാറ്റജീസ്. ആ മേഖല നിങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഹാരപ്പൻ സൈറ്റുകളെ കുറിച്ച് അറിയണം. ഏത് പ്രദേശത്തായിരുന്നു ഈ ജനത, അല്ലെങ്കിൽ ഏതെല്ലാം പ്രദേശങ്ങളിലായിരുന്നു ഈ ജനത അധിവസിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അവരെ കുറിച്ച് നമുക്ക് അറിയേണ്ടുന്ന അടുത്തത് Harappan sites. യെസ്, അവര് ഏത് തരം ഭക്ഷണ പദാർത്ഥങ്ങളായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത് എന്നതിനെക്കുറിച്ച് അറിയണം. അതുപോലെ തന്നെ The animals and the Harappans. യെസ്, ഹരപ്പൻ ജനതയ്ക്ക് പരിചയമുള്ള നിരവധി മൃഗങ്ങളുണ്ടായിരുന്നു അല്ലെ? അവർ ഇണക്കി വളർത്തിയിരുന്ന മൃഗങ്ങളുണ്ടായിരുന്നു, അവർ വേട്ടയാടി പിടിച്ചത് എന്ന് കണക്കാക്കപ്പെടുന്ന മൃഗങ്ങളുണ്ടായിരുന്നു. ഈ മേഖലയും നമ്മൾ സബ്സിസ്റ്റൻസ് സ്ട്രാറ്റജിയിൽ അറിയേണ്ടതുണ്ട്. The evidence of agricultural technologies. നോക്കൂ, അവരുടെ കാർഷിക ടെക്നോളജികളെ സംബന്ധിച്ച് അവരേത് തരത്തിലുള്ള കാർഷിക ജീവിത രീതികൾ പുലർത്തിയിരുന്നു, അതിനവർ അഡോപ്റ്റ് ചെയ്ത മാർഗങ്ങളെക്കുറിച്ചും നമ്മൾ അറിയണം. നമ്മളിപ്പോ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇപ്പം ടീച്ചർ നിങ്ങളോട് പറഞ്ഞില്ലേ ഏത് തരം ഭക്ഷണമായിരുന്നു അവർ കഴിച്ചിരുന്നത്? നമുക്കറിയാമല്ലോ, അവർ പ്ലാന്റ് ആൻഡ് അനിമൽ പ്രോഡക്ട്സ് ഭക്ഷിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഫിഷ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമായിരുന്നു. ദെൻ അവരുടെ ഈ പറയുന്ന കാർഷിക രീതിയുമായി ബന്ധപ്പെട്ട് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള വീറ്റ്, ബാർലി, ലെന്റിൽ, ചിക്പി, അതുപോലെ തന്നെ നമ്മുടെ നിലക്കടല എന്ന് പറയുന്നവ, ഇവയൊക്കെ അവർ ഭക്ഷിച്ചിരുന്നു എന്നതാണ്. നമുക്ക് മിലറ്റ്സ് എവിടെ നിന്ന് കണ്ടെത്തുമെന്നാ പറഞ്ഞിരിക്കുന്നത്? From Gujarat. യെസ്, ഗുജറാത്തിൽ നിന്ന് നമുക്ക് മിലറ്റ്സ് കണ്ടെത്തുന്നു. ദെൻ അവർക്കറിയാവുന്ന അവരുടെ പ്രദേശങ്ങളിൽ നിന്ന് നമ്മുടെ ഈ ആർക്കിയോസുവോളജിസ്റ്റുകളെന്ന് നിങ്ങൾ കേട്ടില്ലയോ? ആ ആർക്കിയോസുവോളജിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുള്ള അനിമൽസിന്റെ ബോൺസുകൾ ഏതൊക്കെയാ കിട്ടിയിരിക്കുന്നത്?
sheep, goat, buffalo, and pig. ആൻഡ് പിഗ് അല്ലെ, ഇവയൊക്കെ തന്നെ അവരുടെ അധിവാസ മേഖലകളിൽ നിന്ന് കണ്ടെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൗൾ എന്ന് പറയുന്ന ചെറിയ തരം പക്ഷികളുടെ ബോൺസും ഈ മേഖലകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ അഗ്രികൾച്ചർ ടെക്നോളജിയെ കുറിച്ചൊന്ന് പറഞ്ഞു നോക്കാം. കാർഷിക സാങ്കേതിക വിദ്യകൾ നോക്കൂ, കൃഷിയുമായി ബന്ധപ്പെട്ട് അവർ നിരവധി, അതായത് നമ്മൾ ഈ കരിഞ്ഞ ധാന്യങ്ങളുടെ അവശിഷ്ടം കിട്ടിയിട്ടുണ്ട്, ചതഞ്ഞരഞ്ഞതായ ധാന്യങ്ങളുടെ അവശിഷ്ടങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ദെൻ അവരുടെ സീലുകളും ടെറക്കോട്ട സ്കൾപ്ചറുകളും ഒക്കെ തന്നെ കാണിക്കുന്നത് എന്താ, ദേ ന്യൂ ആൻ അനിമൽ. ഏതായിരുന്നു അത്? ബുൾ അല്ലെ. ദെൻ and oxen. യെസ്, അത് അവർ പ്ലവിങ്ങിന് വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുണ്ട്. നിലം ഉഴുന്നതിനായിട്ട് അവർ ഓക്സിന് ഉപയോഗിച്ചിട്ടുണ്ട്. ദെൻ ടെറാക്കോട്ട ഓഫ് മോഡൽസ് ഓഫ് plow യെസ്, അതെവിടെ നിന്നാ കണ്ടെത്തിയെന്ന് നോക്കൂ. and Khalistan അതാണ്. അതോടൊപ്പം തന്നെ ബെനാവലിയിൽ നിന്ന് and കിട്ടിയിട്ടുണ്ട്. Benavali. യെസ്, അപ്പൊ പ്ലൗഡ് ഫീൽഡ് അറ്റ് ഖലീബഗാൻ, അവിടെ നിന്ന് അവർക്ക് നമ്മൾ ഉഴുതുമറിച്ച നിലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ദെൻ 2 sets of furrows. യെസ്, അതെന്താ സജസ്റ്റ് ചെയ്യുന്നത്? അതായത് 2 തരത്തിലുള്ള വിളകൾ ഒരേ സമയം കൃഷി ചെയ്തിരുന്നതായിട്ട് ഇത് നമ്മളെ കാണിക്കുന്നുണ്ട്. വരണ്ട പ്രദേശമായിരുന്നു. നോക്കൂ, ഈ പറയുന്ന ഇൻഡസ് മേഖല അല്ലെങ്കിൽ അവർ അധിവസിച്ചിരുന്ന ഭാഗങ്ങളെ ഒക്കെ തന്നെ വരണ്ടുണങ്ങിയ പ്രദേശമായിരുന്നത് കൊണ്ട് തന്നെ ദേ നീഡ് ഇറിഗേഷൻ. ഓക്കെ. അപ്പം ട്രേസസ് ഓഫ് കനാൽസ് കിട്ടിയിട്ടുണ്ട്. അതെവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? ഷോട്ടുഗായ്. നോക്കൂ, അഫ്ഗാനിസ്ഥാനിലെ ഷോട്ടുഗായ് എന്ന് പറയുന്നിടത്ത് നിന്ന് ട്രേസ് ഓഫ് കനാൽസിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ദെൻ അവർ ധാരാളം കിണറുകൾ ഇറിഗേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് വാട്ടർ റിസർവേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? ധോലവീര. യെസ്, ധോലാവീരയിൽ നിന്നായിരുന്നു. അത് ഗുജറാത്തിൽ നിന്ന് അവർ ഈ പറയുന്ന വാട്ടർ റിസർവേഴ്സിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ലെറ്റ്സ് ലുക്ക് അറ്റ് മൊഹൻജദാരോ എ പ്ലാന്റ് അർബൻ സെന്റർ. അവയിൽ നിന്ന് നമുക്ക് പരിചയപ്പെടേണ്ടുന്ന മേഖലകൾ ഏതെല്ലാം ഒന്ന് നോക്കാം. How they planned the settlements. നോക്കൂ, അവരുടെ അധിവാസ മേഖലകൾ അവരെങ്ങനെയാണ് പ്ലാൻ ചെയ്തത്? Construction of buildings. യെസ്, അവർ ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ട് ചെയ്തതിന് ഒരു പ്രത്യേക സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തിരുന്നു. അതെങ്ങനെയാണെന്ന് അറിയണം. Drainage system. അവർക്ക് മാത്രമുണ്ടായിരുന്ന ഒരു വലിയ പ്രത്യേകതയായിരുന്നു എന്താ? അവരുടെ അഴുക്കുചാൽ സമ്പ്രദായം എന്ന് പറയുന്നത്. Domestic architecture. നോക്കൂ, അവരുടെ വീടുകളുടെ നിർമ്മാണ രീതി, അതിനവർ അനുവർത്തിച്ചിരുന്ന ഒരു മാർഗങ്ങൾ, ഗ്രിഡ് പാറ്റേണിൽ വീടുകൾ നിർമ്മിച്ചതിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. Great bath. അവരുടെ മഹത്തായ സ്നാനഘട്ടം ഇല്ലയോ? ഇതാണ് മൊഹൻജദാരോയെ ഒരു പ്ലാൻഡ് അർബൻ സെന്ററായി നമുക്ക് പറയാൻ കഴിയുക. അവിടുത്തെ ജനങ്ങൾ സിറ്റാഡൽ മേഖലയിലും ലോവർ ടൗണിലുമായി തന്നെ അധിവസിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ആ സിറ്റാഡൽ ഏരിയയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒന്നുകൂടി മനസ്സിലാക്കേണ്ടുന്ന ഭാഗമാണ് അവിടെ വെയർഹൌസുകൾ, ഗ്രാനറികൾ ഉണ്ടായിരുന്നു. ദെൻ ഗ്രേറ്റ് ബാത്ത് നമ്മുടെ മനസ്സിൽ കാണേണ്ടുന്ന ഒന്നാണ്. ദെൻ ലോവർ ടൗണിൽ എന്താ പ്രശ്നം? ലോവർ ടൗൺ എന്ന് പറയുന്നത് അത് ബിൽഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് അത് നിർമ്മിച്ചത്? ദ റെസിഡൻഷ്യൽ ബിൽഡിംഗ്സ് അറ്റ് ലോവർ ടൗൺസ് വെയർ ബിൽറ്റ് ഓൺ പ്ലാറ്റ്ഫോംസ് അല്ലേ? നമ്മൾ പ്ലാറ്റ്ഫോമുകളിലായിരുന്നു അവ നിർമ്മിച്ചിരുന്നത്. എന്നാൽ സിറ്റാഡലുകളും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ആ സിറ്റാഡലുകളുടെ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് നിർമ്മിച്ചത്? മഡ് ബ്രിക്ക് പ്ലാറ്റ്ഫോം ആയിരുന്നു. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മൊഹൻജദാരോയെ പ്ലാൻഡ് അർബൻ സെന്റർ എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് അടുത്ത മേഖലയിലേക്ക് പോകാം. Social differences. അപ്പോൾ സോഷ്യൽ ഡിഫറൻസ് നമ്മൾ എങ്ങനെയാ പരിചയപ്പെടുന്നത്? ആ സോഷ്യൽ ഡിഫറൻസ് നമ്മൾ പഠിച്ചപ്പോ നമ്മൾ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും. ആ ക്ലാസ്സുകളിൽ നമ്മൾ അവരെക്കുറിച്ച് സാമൂഹ്യ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ 3 മേഖലകളാണ് നമ്മൾ പ്രധാനമായും ശ്രമിച്ചത്. The barrier system. രണ്ടാമത്തേത് The study of artifacts. മനുഷ്യനിർമ്മിത വസ്തുക്കളെക്കുറിച്ച്, അവരുടെ ശവസംസ്കാര രീതിയെക്കുറിച്ച്, ഒപ്പം തന്നെ അവരുപയോഗിച്ച വസ്തുക്കൾ എങ്ങനെയായിരുന്നു എന്നത്. Utilitarian or luxurious. വെദർ ഇറ്റ് ഈസ് യൂട്ടിലിറ്റേറിയൻ ഓർ ലക്ഷൂറിയസ്. അപ്പം ആഡംബരമായിരുന്നോ അവരുപയോഗിച്ചിരുന്ന വസ്തുക്കൾ, ദൈനംദിനം ഉപയോഗിച്ചിരുന്ന വസ്തുക്കളായിരുന്നോ? അപ്പൊ കണ്ടെടുക്കുന്ന എല്ലാ അവശിഷ്ടങ്ങളെയും ഇങ്ങനെ ചരിത്രകാരന്മാർ ഡിവൈഡ് ചെയ്തുകൊണ്ട് അവയെല്ലാം തന്നെ വേർതിരിച്ചുകൊണ്ടായിരുന്നു അവരുടെ സോഷ്യൽ ഡിഫറൻസിനെ ട്രാക്ക് ചെയ്തിരുന്നത് എന്ന് നിങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അവരുടെ ക്രാഫ്റ്റ് പ്രൊഡക്ഷനെ കുറിച്ച് കൂടി ഞാൻ പറയട്ടെ നിങ്ങളോട്. ടീച്ചർ പറഞ്ഞു തരും അതിന്റെ ഏതൊക്കെ മേഖലകളാണ് ക്രാഫ്റ്റ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന്. Bead making, shell cutting, metal working, seal making, weight making. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന ഈ ഭാഗങ്ങൾ ക്രാഫ്റ്റ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ടീച്ചർ നിങ്ങളോട് പറഞ്ഞില്ലയോ? അവരുടെ മുത്ത് നിർമ്മാണ മേഖലകളെ കുറിച്ച്, അവരുടെ ഷെൽ കട്ടിങ്ങിനെ കുറിച്ച്. ഇതൊക്കെ അറിയുമ്പോഴും നിങ്ങൾ ഒപ്പം ഓർക്കേണ്ടുന്ന ഒരു സംഗതിയാണ് ഐഡന്റിഫൈ ദ സെന്റേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഏതെല്ലാം സ്ഥലങ്ങളിലായിരുന്നു ഉൽപ്പാദിപ്പിച്ചത് അല്ലെങ്കിൽ നിർമ്മിച്ചത് എന്നത് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, അവർക്ക് ക്രാഫ്റ്റ് പ്രൊഡക്ഷനുമായി അവർ ഉപയോഗിച്ചിരുന്ന വെറൈറ്റി മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു അത്? Carnelian, നമ്മൾ ചുവന്ന മാണിക്യം എന്ന് പറയില്ലേ? jasper, സൂര്യകാന്തം, crystal,
ദെൻ ക്വാർട്സ് അല്ലെ, വെള്ളാരം കല്ലുകളിൽപ്പെട്ട ക്രിസ്റ്റൽ ക്വാർട്സ് എന്നിവ. ദെൻ Steatite. സ്റ്റീറ്റൈറ്റ്, അതാണല്ലോ ചുണ്ണാമ്പ് കല്ല് എന്ന് നമ്മൾ വിശേഷിപ്പിക്കും. ഇനി അവർക്കറിയാവുന്ന മെറ്റലുകൾ ഉണ്ടായിരുന്നു. കോപ്പറും ബ്രോൺസും ഗോൾഡും ഒക്കെ തന്നെ അവർക്ക് അറിയാമായിരുന്നു. ചില മുത്തുകൾ അവരുടെ നിർമ്മാണ വൈദഗ്ധ്യത്തെ കാണിക്കുന്ന എങ്ങനെയാ, സ്റ്റോൺ വിത്ത് ഗോൾഡ് ക്യാപ്സ് അല്ലെ, ചില സ്വർണ്ണ കപ്പുകൾ കൊണ്ട് അടയ്ക്കപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ ഒരു കവചം നിർമ്മിച്ചുകൊണ്ടുള്ള സ്റ്റോണുകൾ അന്ന് നമുക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദെൻ നൊഡ്യൂളുകൾ, കുമിളകൾ പോലുള്ളവ ഫിറ്റ് ചെയ്തിട്ടുള്ള ബീഡുകൾ, മുത്തുകൾ നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ദെൻ ഇവയുടെയൊക്കെ ഷേപ്പുകളും കൂടി നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കണം. ഏതൊക്കെയാ ഷേപ്പുകൾ? Disc-shaped, സിലിണ്ടറിക്കൽ ഷേപ്പ്, ദെൻ സ്ഫെറിക്കൽ ഉണ്ടായിരുന്നു അല്ലെ, ഗോളാകൃതിയിലുള്ളത്. ദെൻ barrel-shaped. അതെ. അപ്പൊ ഈ ഇതും നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ദെൻ ഈ ക്രാഫ്റ്റ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടേ നമ്മൾ ചില സ്ഥലങ്ങൾ കൂടി പ്രത്യേകിച്ച് ഓർത്തോണം. ഈ സ്പെഷ്യലൈസ്ഡ് ഡ്രിൽസ് നമുക്ക് എവിടെ നിന്നാ കണ്ടെത്തിയെന്ന് അറിയാമല്ലോ? എവിടെ നിന്നാ? Sanhudaro. യെസ്. പിന്നീട് പിൽക്കാലത്ത് ധൊലാവീരയിൽ നിന്നും നമുക്ക് ഇത്തരം ഡ്രില്ലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ദെൻ നാഗേശ്വരം ബാലക്കോട്ടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു അതിന്റെ പ്രത്യേകത? Specialized centers for making shell objects. യെസ്. അപ്പം നമ്മൾ ഓർക്കുക, ഇനി അവരുടെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ അവർക്ക് എവിടെ നിന്നാ കിട്ടിയിട്ടുള്ളത്? ഹരപ്പൻ സൈറ്റുകളിൽ എല്ലായിടത്തും ഇവയൊക്കെ ലഭ്യമായിരുന്നോ? ഇല്ല. പക്ഷേ അവർ സബ് കോണ്ടിനെന്റിനകത്ത്, നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനകത്തു നിന്നും പുറത്തു നിന്നുമായി ഒക്കെ ഈ അവർക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് അവർ പ്രൊക്യൂർ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഡിസ്റ്റന്റ് ലാൻഡ്സുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു, ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. നാഗേശ്വരം ബാലാക്കോട്ടും ഒക്കെ ഷെൽ യഥേഷ്ടം കിട്ടുന്ന ഇടങ്ങളായിരുന്നു. ഷോർട്ടുഗ എന്ന് പറയുന്നത് ലാപ്പിസ് ലസീലിയുടെ പ്രധാനപ്പെട്ട ഒരു ലഭ്യത ഉറപ്പാക്കാൻ കഴിയുന്ന സ്ഥലമായിരുന്നു. ദെൻ ലോത്തലിൽ നിന്ന് നമുക്ക് എന്താ കിട്ടിയിരുന്നത്? Carnelian. യെസ്. സ്റ്റീറ്റൈറ്റോ? Rajasthan and Gujarat. ഗുജറാത്ത്. ദെൻ മെറ്റൽ, പ്രത്യേകിച്ചും കോപ്പർ നിർമ്മിക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ Khetri. അതെ, ഇറ്റ്സ് ഇൻ ദ റീജിയൻ ഓഫ് രാജസ്ഥാൻ. ദെൻ നമ്മൾ കേട്ടിട്ടില്ലേ, ഗണേശ്വർ ജോധ്പുര കൾച്ചർ നിലനിന്നിരുന്ന ഖേത്രി റീജിയൻ, അവിടെ നിന്നായിരുന്നു ഇൻഡസ് സിവിലൈസേഷൻ ജനതയ്ക്ക് എന്താ കിട്ടിയിരുന്നത്? കോപ്പർ കിട്ടിയിരുന്നത്. അപ്പൊ സ്ട്രാറ്റജി നമ്മൾ ഈ പറഞ്ഞ പോലെ അവർ പ്രൊക്യൂറിംഗ് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയ ഇവയായിരുന്നു എന്ന് നമ്മൾ ഓർത്തോണം. അവർക്ക് മറ്റനേകം പ്രദേശങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു. ഒമാൻ, ദെൻ നമ്മൾ അന്നത്തെ ഇതിൽ പറയുന്നത് മാഗൺ എന്നാണ്, പെർഹാപ്സ് എ നൈം ഫോർ ഒമാൻ. ദെൻ ദിൽമൻ എന്ന് പറയുന്നത് ഏതായിരുന്നു? അത് പ്രോബബ്ലി For Bahrain. യെസ്, ഇറ്റ്സ് ദ ഐലൻഡ് ഓഫ് ബഹ്റൈൻ. ദെൻ നമ്മൾ മെസപ്പൊട്ടാമിയൻ കൃതികളിലും മറ്റുമൊക്കെ പറയുന്ന മാഗൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ മെലൂഹ എന്ന് പറയുന്നത് ഇറ്റ്സ് പോസിബിളി ദി Harapan region. റീജിയൻ. അപ്പം ഇതെല്ലാം നിങ്ങൾ അവരുടെ ഡിസ്റ്റന്റ് ലാൻഡ്സുമായി ബന്ധപ്പെട്ട കോണ്ടാക്ട്സിൽ ഓർത്തുവെച്ചേക്കേണ്ടതാണ്. സീൽസിനെയും സ്ക്രിപ്റ്റിനെയും വെയ്റ്റ്സിനെയും കുറിച്ചുകൂടി ഞാനൊന്ന് പറയട്ടെ നിങ്ങളോട്. ആ മേഖലകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവയാണ്. Seals and sealings. An enigmatic script. Precise system. പ്രിസൈസ് സിസ്റ്റം ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്. അപ്പൊ അവരുടെ ആ സീലുകൾ എന്തിനു വേണ്ടിയാണ് അവർ ഉപയോഗിച്ചിരുന്നത്? അവരുടെ സ്ക്രിപ്റ്റിന്റെ പ്രത്യേകത എന്താ? ഒരു നിഗൂഢത നിറഞ്ഞത്. എന്തുകൊണ്ട് നമ്മൾ നിഗൂഢ നിറഞ്ഞ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നു? ഇപ്പോഴും നമുക്കതിനെ പൂർണ്ണമായും ഡെസിഫർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അപ്പോൾ ഇനി മറ്റൊന്ന്, അവരുടെ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് നമ്മൾ കാണാൻ കഴിഞ്ഞൊരു പ്രത്യേകത എന്താ? വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു സിസ്റ്റം, വളരെ കൃത്യമായ ഒരു അളവ് തൂക്ക സമ്പ്രദായം അവർ അനുവർത്തിച്ചു പോന്നിരുന്നു. എന്നുവെച്ചാൽ അവരുടെ സൈറ്റുകളിൽ നിന്ന് ത്രാസ് ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ്. ദെൻ നമുക്കവരുടെ സീലുകളും സീലിങ്സുകളും അവരുടെ ഐഡന്റിറ്റിയെ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഒരിടത്തേക്ക് അയക്കുന്നതിന് ഏറ്റവും ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സംഗതിയായിട്ട് സീലുകളെ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ചും അയക്കുന്ന സെന്ററിനെ കുറിച്ചുള്ള സൂചനകൾ ചിലപ്പം ഉണ്ടാകാം. ആരാണ് അയച്ചത്, ആർക്കാണ് അയച്ചത്, എന്തായിരിക്കാം ഇതിന്റെ കണ്ടന്റ് എന്നിവയൊക്കെ തന്നെ ആ സീലുകൾ സൂചിപ്പിക്കുന്നുണ്ടാവും. സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുമ്പോഴോ, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും കൺവേഡ് എ മീനിങ് ടു ദോസ് ഹു കുഡ് നോട്ട് റീഡ്. നമുക്ക് ഈ പറഞ്ഞ പോലെ സീലിൽ പറയുന്ന പോലെ തന്നെ നമുക്ക് വായിക്കാൻ അറിയാത്തവർക്ക് പോലും കൺവേ ചെയ്യത്തക്ക വണ്ണമുള്ള ചില അടയാളങ്ങളായിരുന്നു അവരുടെ സ്ക്രിപ്റ്റുകളിലും ഉൾപ്പെടുത്തിയിരുന്നത്. ദെൻ ലോങ്സ്റ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റിന് ഏകദേശം 26 സൈൻസ് ഉണ്ടായിരുന്നു ടീച്ചറെ, ഇല്ലയോ? നമുക്കൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ ആ ജനതയുടെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് അവരെവിടെ നിന്ന് എങ്ങോട്ടേക്ക് എഴുതി? They wrote from right to left. യെസ്, അവര് നമ്മളെ പോലെ ആയിരുന്നു എഴുതിയിരുന്നത്. ദേ റിട്ടൺ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ദെൻ ഏകദേശം 375-നും 400-നും ഇടയ്ക്കോട്ടുള്ള സിമ്പിൾസ് അല്ലെ, സയൻസുകൾ ഈ എഴുത്തുമായി ബന്ധപ്പെട്ട് സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അവരെവിടെയൊക്കെയാ ഈ റൈറ്റിംഗ്സ് രേഖപ്പെടുത്തിയിരുന്നെന്നും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. Copper tools on rings of jars, copper and terracotta tablets, jewelry,
bone roots. യെസ്. അപ്പം അസ്ഥികളിലും അതുപോലെ തന്നെ ജ്വല്ലറികളിലും അതുപോലെ തന്നെ നമ്മുടെ ഈ മൺപാത്രങ്ങളുടെ അരികുകളിലും ഒക്കെ തന്നെ അവർ ഈ സ്ക്രിപ്റ്റുകൾ രേഖപ്പെടുത്തുവാൻ ശ്രമിച്ചിരുന്നു എന്നതാണ്. വെയ്റ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ഓർക്കേണ്ടുന്ന ഒരു സംഗതിയുണ്ട്. ഏതായിരുന്നു അത്? Chert. യെസ്, തീക്കല്ല് അല്ലെങ്കിൽ ഒരു ദിനം തിളക്കമുള്ള കല്ല്. അതായിരുന്നു അവർ ഈ വെയ്റ്റ്സ് നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത്. ദെൻ ലോവർ ഡിനോമിനേഷൻ ഓഫ് വെയ്റ്റ്സ് എങ്ങനെയായിരുന്നു എപ്പോഴും? It's binary. യെസ്, അത് ബൈനറി സിസ്റ്റത്തിലായിരുന്നു. എന്നാൽ ഡെസിമൽ സിസ്റ്റമോ അത് For the higher denominations. ഡിനോമിനേഷൻ. ദെൻ സ്മാളർ വെയ്റ്റ്സ് അവർ ഉപയോഗിച്ചിരുന്നു. എന്തിനു വേണ്ടി? അവർ ചെറിയ അളവ് തൂക്കക്കട്ടികൾ ഉപയോഗിച്ചു. It's for jewelry and beads. യെസ്. അപ്പൊ ഇവയുടെ വെയിറ്റിംഗിന് വേണ്ടിയിട്ടായിരുന്നു അവർ അത് ഉപയോഗിച്ചിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്താ കിട്ടിയിരുന്നത്? ഈ അളവ് തൂക്കവുമായി ബന്ധപ്പെട്ട് സ്കെയിൽ പാൻസ് അല്ലേ, നമ്മുടെ ലോഹ ത്രാസുകൾ അവരുടെ കാലഘട്ടത്തിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. The end of civilization. യെസ്. നമുക്ക് അവരുടെ അധപ്പതന കാരണങ്ങൾ, ആ ഡിക്ലൈൻ ഓഫ് ദീസ് ഹാരപ്പൻ പീപ്പിൾ എന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ഏതൊക്കെയാണെന്നൊന്ന് ടീച്ചർ പറയുന്നത് കേട്ടു നോക്കൂ. Climatic changes, excessive floods, deforestation, drying of river, overuse of landscape. യെസ്. അതോടൊപ്പം തന്നെ ഇൻവേഷൻസ് വരാം അല്ലെ, മറ്റനേകം സാധ്യതകൾ. ഇപ്പൊ എപ്പിഡമിക് ആണല്ലോ, അപ്പൊ എപ്പിഡമിക്സ് ചിലപ്പം വന്നു പോകാം. അങ്ങനെയൊക്കെയായിരുന്നു ഈ സംസ്കാരത്തിന്റെ അധപ്പതനം എന്നുകൂടി നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കണം. അപ്പൊ നമ്മൾ ഏത് തീമിനെ കുറിച്ചാണ് പറഞ്ഞത്? ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ബോൺസ് എന്ന ഒന്നാമത്തെ തീമിനെ കുറിച്ച്. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന 7 മേഖലകളുണ്ടെന്നും അവയെ ഞാനും ടീച്ചറും ചേർന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി അല്ലേ? ശ്രദ്ധിക്കുമല്ലോ. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. നമ്മൾ ഒന്നാമത്തെ തീമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് കിങ്സ്, ഫാർമേഴ്സ് ആൻഡ് ടൗൺസ് എന്ന രാജാക്കന്മാർ, കർഷകർ, നഗരങ്ങൾ എന്ന് പറയുന്ന രണ്ടാമത്തെ തീമിന്റെ ഉള്ളടക്ക മേഖലയിൽ നിന്ന് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടുന്ന ഭാഗങ്ങളെ കൂടി ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താം. Rise of Maurya, the Mauryan Empire, new notions of kingship, towns and trade, limitations of inscriptional evidences. ഇങ്ങനെ 5 മേഖലകളാണ് നമ്മൾ കിങ്സ്, ഫാർമേഴ്സ് ആൻഡ് ടൗൺസ് എന്ന് പറയുന്ന തീമിലൂടെ അറിയാൻ പോകുന്നത്. നിങ്ങൾ റൈസ് ഓഫ് മഗധയെ കുറിച്ച് അറിയാം. ഏതാ മഗധയുടെ പ്രത്യേകത? എന്താ? ഇറ്റ്സ് ദ ഫസ്റ്റ് അമംഗ് ദി സിസ്റ്റിയൻ മഹാജനപദാസ്. അവിടെ മഗധ ഉയർന്നു വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായി അവരുടെ അഗ്രികൾച്ചർ നമ്മൾ ഓർക്കണം. അയൺ മൈൻസിനെ കുറിച്ച് അറിയണം. മഗധ നിലനിന്ന പ്രദേശത്തിന്റെ അയൺ മൈനുകളുടെ ലഭ്യത. ദെൻ ഫോറസ്റ്റ് ഇൻ ദാറ്റ് റീജിയൻ. അവർക്ക് യഥേഷ്ടം അവരുടെ സൈന്യത്തിലേക്ക് ആനകളെ ലഭ്യമായിരുന്നത് ആ പ്രദേശത്തിന്റെ നിബിഡമായ വനങ്ങളിൽ നിന്നായിരുന്നു എന്ന് അറിയണം. ദെൻ ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ആ നദിയും അതിന്റെ പോഷക നദികളും ഒക്കെ തന്നെ അവർക്ക് യഥേഷ്ടം കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനുള്ള സഹായകമായ ഘടകമായിരുന്നു. അതോടൊപ്പം മഗധയിൽ അംബീഷ്യസ് രാജാക്കന്മാരായിട്ടുള്ള വളരെ പ്രബലരായ രാജാക്കന്മാർ ബിംബിസാരനും അജാതശത്രുവും മഹാപത്മനന്ദയും ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. അവരുടെ തലസ്ഥാന നഗരം ഏതായിരുന്നു? മഗധയുടേത് രാജഗഹയായിരുന്നു പഴയ തലസ്ഥാനം. അത് പിന്നീട് പാടലീപുത്രത്തിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്തു എന്നും കൂടി നിങ്ങൾ ഓർക്കണം. സർ വരച്ചുകാട്ടിയ മഗധയുടെ പൂർണ്ണമായ വളർച്ച എത്തി നിൽക്കുന്നത് മൗര്യൻ സാമ്രാജ്യത്തിലാണ്. And its extent was done by the Chandragupta Maurya and Ashoka. Remember, the founder is the Chandragupta Maurya and Ashoka who conquered Kalinga. Next, what the sources of Mauryan history? The archaeological sources, work by Magallanes, Arthashastra of Kaudilya or Chanakya, Buddhist, Jain and Puranic literature and Sanskrit literature, and the most important source is the inscriptions of Ashoka. Next is the concept of Dharma of Ashoka. What is the speciality of Dharma? The first ruler who inscribed messages in rocks and pillars. He controlled empire by propagating Dharma. It's a very simple principles and universally applicable, and it ensures well-being. And special officers called Dharma Mahamatras were appointed to spread Dharma. Respect others, generosity to Brahmanas and Sannyasins, kind treatment to slaves and servants, respect to other religions and traditions, that is tolerance. മുതിർന്നവരോട് ബഹുമാനം, ബ്രാഹ്മണരോടും ലൗകിക ജീവിത ഉപേക്ഷയോടുമുള്ള ഉദാരമനസ്കത, അടിമകളോടും ദാസന്മാരോടും ദയ കാണിക്കുക, സഹിഷ്ണുത പാലിക്കുക. And Mauryan administration. Carefully chosen 5 political centers like Patliputra, Taxila, Ujjain, Tosali and Suvarnagiri. The content of the inscriptions is discovered from various places where the content is same. Magallanes says that there were 6 subcommittees for military, navy, transport and provisions, horses, chariots and elephants.
And what is the importance of Mauryan Empire? It's a major landmark in Indian history. Mauryan art is a spectacular art, and Ashoka is considered an inspiring figure as his messages were unique. He is powerful, industrious, and humble. The Mauryan Empire lasted for 150 years, which is a very vast span. ഒരു നാഴികക്കല്ല് എന്ന് തന്നെ ഇന്ത്യ ചരിത്രത്തിലെ വിശേഷിപ്പിക്കാം. ആദ്യകാല സാമ്രാജ്യം, ഏറ്റവും പകിട്ടേറിയ കല. അശോക രാജാവ് ശക്തനും പ്രയത്നശീലനും വിനയമുള്ളവനുമായിരുന്നു. പ്രചോദനത്തിന്റെ പ്രതിരൂപമാണ്. Next topic is new notions of friendship. We have two concepts, chiefdoms and the kingdoms. Chiefdoms ruled by chiefs and kingdoms ruled by kings. Examples of chiefdoms: Cholas, Cheras, Pantyas. And the sources, the Tamil Sangam text, and Shatavahanas and Shakas. And these kings use certain means to claim status, identifying themselves with the deities or gods. The foremost example is the Kushanas. They are considered godlike. And the colossal statues in the shrine at Mat near Mathura in Uttar Pradesh, statue in Afghanistan, and the adoption of titles like Devaputra, son of God, are very clear examples. And large states or kingdoms. Example is Gupta Empire. It depended on Samantas. The powerful Samantas later became kings. And sources were literature, coins, inscriptions, and prashastis. The most important prashasti, as you know, is Prayaga Prashasti, Allahabad Pillar inscription by Harisena, the court poet of Samudragupta. രാജാധികാരത്തെക്കുറിച്ചുള്ള പുതിയ ധാരണകൾ. നാട്ടുമുഖ്യൻ, രാജാവ്, നാട്ടുമുഖ്യന്മാർ, ചോളർ, ചേരർ, പാണ്ഡ്യർ, ശതവാഹനർ, ശാകർ, രാജാക്കന്മാർ, ഗുപ്ത രാജാവ്, കുഷാൻ രാജാവ്. നോക്കൂ, നമുക്ക് രണ്ടാമത്തെ തീമിൽ നിന്ന് ടൗൺസ് ആൻഡ് ട്രേഡ് എന്ന് പറയുന്ന മറ്റൊരു മേഖല കൂടി പരിചയപ്പെടാനുണ്ട്. ആ ടൗൺസ് ആൻഡ് ട്രേഡ് എന്ന് പറയുന്ന നഗരങ്ങളും വ്യാപാരവും എന്ന് പറയുന്ന ആ മേഖലയിൽ ന്യൂ സിറ്റീസ്, ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന നഗരങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം. ആ നഗരത്തിൽ അധിവസിച്ചിരുന്ന ജനവിഭാഗങ്ങളെക്കുറിച്ച്, അവിടുത്തെ വരേണ്യവർഗക്കാർ, അവരുടെ ക്രാഫ്റ്റ് പേഴ്സൺസ്, അതായത് നമ്മുടെ കരകൗശല തൊഴിലാളികളെ സംബന്ധിച്ച് അറിയേണ്ടിയിരിക്കുന്നു. ദെൻ ട്രേഡ് ഇൻ ദ സബ് കോണ്ടിനെന്റ് ആൻഡ് ബിയോണ്ട്, ഈ ഭൂപ്രദേശം ഭൂഖണ്ഡത്തിന് പുറത്തും അകത്തുമായി നടത്തിയിട്ടുള്ള വ്യാപാര ബന്ധങ്ങളെക്കുറിച്ചും, ആൻഡ് ഫൈനലി കോയിൻസ് ആൻഡ് കിങ്സിനെ കുറിച്ചും നമുക്ക് ടൗൺസ് ആൻഡ് ട്രേഡ് എന്ന യൂണിറ്റിലൂടെ അറിയേണ്ടതുണ്ട്. നോക്കൂ, നമുക്ക് ഈ പറയുന്ന ടൗൺസ്, ട്രേഡുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട മേഖലകളിൽ പാടലിപുത്ര, ഉജ്ജയിനി, പുഹാർ, മധുര എന്നീ നഗരങ്ങൾ എവിടെയൊക്കെയായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് എന്നതുകൂടി നിങ്ങൾ ഓർത്തു വെച്ചേക്കണം. എന്തൊക്കെയായിരുന്നു ഈ നഗരങ്ങളുടെ പ്രത്യേകതകൾ എന്നും അറിയണം. ഈ നഗരങ്ങളിൽ there was an organization of craft producers. അവരെ നമ്മൾ ഗിൽഡുകൾ അഥവാ ശ്രേണികൾ എന്ന് വിശേഷിപ്പിച്ചതായും നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ദെൻ അവർക്ക് മധ്യ ഏഷ്യയുമായും നോർത്ത് ആഫ്രിക്കയുമായും വെസ്റ്റ് ഏഷ്യയുമായും വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു. അന്ന് മസത്തുവൻ, അത് തമിഴിൽ അങ്ങനെയാ പറയുക. അതേസമയം പ്രാകൃതിൽ സതവാഹാസ് ഓർ സെത്തീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു കൂട്ടം വളരെ ധനികരായ വ്യാപാരികളും അക്കാലഘട്ടത്തിലുണ്ടായിരുന്നു. അവർക്ക് അനേകം പ്രോഡക്ട്സുകൾ അവർ ഇവിടെ നിന്ന് പുറത്തേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും കൊണ്ടുവന്നിരുന്നു. സാൾട്ട്, ഗ്രെയിൻ, ക്ലോത്ത്, മെറ്റലോൾസ്, ഇവയൊക്കെ തന്നെ അനേകം ഫിനിഷ്ഡ് പ്രോഡക്ട്സ്, ദെൻ ടിംബർ, മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ തന്നെ അവരിങ്ങോട്ടും മറ്റ് പുറം രാജ്യങ്ങളിലേക്കും ഒക്കെ തന്നെ കൈമാറ്റം ചെയ്തിരുന്നതായിട്ട് ഓർക്കേണ്ടതുണ്ട്. ദെൻ കോയിൻസ് ആൻഡ് കിങ്സ്, ആ കാലഘട്ടത്തിൽ രാജാക്കന്മാർ പുറപ്പെടുവിച്ച നാണയങ്ങൾ വ്യാപാരത്തിനൊരു വലിയ ഘടകമായി മാറിയ സംഗതിയായിരുന്നു. ഓർക്കേണ്ടതാണ് ഫസ്റ്റ് കോയിൻസ് ആരായിരുന്നു പുറപ്പെടുവിച്ചത്? ദ നൈംസ് ആൻഡ് ഇമേജസ് ഓഫ് റൂളേഴ്സ് വെർ ഇഷ്യൂഡ് ബൈ ദ ഇൻഡോ ഗ്രീക്സ്. അപ്പൊ ഇൻഡോ ഗ്രീക്കുകാർ പുറപ്പെടുവിച്ച നാണയങ്ങളിലായിരുന്നു ഇവ ഉണ്ടായിരുന്നത്. പ്രധാനമായും സിൽവർ, കോപ്പർ എന്നിവയിലുള്ള പഞ്ച് മാർക്ഡ് കോയിൻസ് ആയിരുന്നു ആ കാലഘട്ടത്തിലെ സർക്കുലേഷനിൽ പ്രധാനം. ഫസ്റ്റ് ഗോൾഡ് കോയിൻസ് ഏത് രാജാക്കന്മാരാ? ടീച്ചർ ഇപ്പം മെൻഷൻ ചെയ്ത ഒരു രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞിരുന്നു, ഡിവൈൻ റൂളേഴ്സ് ആയിട്ടുള്ള കുഷാനന്മാർ. അവരായിരുന്നു ഫസ്റ്റ് ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്തത്. കോപ്പർ കോയിൻസ് ആരായിരുന്നു? നമ്മൾ യൗധേയാസ് എന്ന് പറയുന്ന പഞ്ചാബിലും ഹരിയാനയിലും ഒക്കെ തന്നെയുള്ള ട്രൈബൽ റിപ്പബ്ലിക്സ്, അവർ കോപ്പർ കോയിൻസ് യഥേഷ്ടം പുറപ്പെടുവിച്ചിരുന്നു. അതുപോലെ തന്നെ നമുക്ക് പറയാൻ കഴിയും ദ സ്പെക്ടാക്കുലർ ഗോൾഡ് കോയിൻസ്, അത് ഇഷ്യൂ ചെയ്തത് ഗുപ്ത രാജാക്കന്മാരായിരുന്നു എന്നും ഓർത്തിരിക്കേണ്ടതാണ്. നമുക്കിനി ഏത് മേഖല കൂടി പരിശോധിക്കേണ്ടതുണ്ട്? The limitations of inscriptional evidence. അപ്പോ എന്തായിരുന്നു നമ്മൾ ഈ തീമിനെ കൺസ്ട്രക്ട് ചെയ്യാനായി ചരിത്രകാരന്മാർ ഡിപ്പെൻഡ് ചെയ്ത പ്രധാനപ്പെട്ട സോഴ്സ്? അത് ഇൻസ്ക്രിപ്ഷൻ ആയിരുന്നു, അല്ലേ? ആ ഇൻസ്ക്രിപ്ഷനുകൾ വായിച്ച് മനസ്സിലാക്കുവാനായി ചരിത്രകാരന്മാർ നേരിട്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ച് കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഏതൊക്കെയായിരുന്നു ആ മേഖലകളെന്ന് നമ്മളൊന്ന് നോക്കൂ. Technical limitations. Letters are very faintly engraved. Reconstruction
are uncertain. നോക്കൂ, നമ്മൾ ഈ ഇപ്പൊ ടീച്ചർ പറഞ്ഞത് കേട്ടായിരുന്നു, ടെക്നിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ചില സാങ്കേതികമായ തകരാറുകൾ ഈ പറയുന്ന കണ്ടെത്തുന്ന ഇൻസ്ക്രിപ്ഷനുകളിൽ ഉണ്ടായിരുന്നു. പലപ്പോഴും ഇൻസ്ക്രിപ്ഷനുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ലെറ്ററുകൾ എങ്ങനെയിട്ടുള്ളതാ, അതെല്ലാം മങ്ങിയതും അടർന്നു മാറിയതുമായിട്ടുള്ളവയായിരുന്നു. ഡാമേജ്ഡ് ലെറ്റർ മിസ്സിംഗ് ആയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ചില ഇൻസ്ക്രിപ്ഷനുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വസ്തുതകളെ നമുക്ക് കൃത്യമായും മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസമുണ്ടായിരുന്നു. അതിന്റെ മീനിങ് പൂർണ്ണമായും നമുക്കറിയാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ നമുക്കറിയാൻ പറ്റാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ചില ലിഖിതങ്ങൾ ചില പ്രത്യേക സാഹചര്യത്തിനും സന്ദർഭത്തിനും സമയത്തിനും മാത്രം അനുയോജ്യമായവായിരുന്നു എന്നുകൂടി അറിയുമ്പോഴാണ് ഇൻസ്ക്രിപ്ഷണൽ എവിഡൻസിന്റെ ലിമിറ്റേഷൻസിനെ കുറിച്ച് നമുക്ക് കൂടുതൽ വ്യക്തമാകുക. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ഏത് തീമിനെ കുറിച്ചിട്ടാണ്? രണ്ടാമത്തെ തീമായിരുന്നു. അതിൽ നിന്ന് നമുക്ക് പ്രധാനമായും 5 മേഖലകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് അടുത്ത തീമിലേക്ക് പോയാലോ? ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. Thinkers, beliefs and buildings, cultural developments. ചിന്തകരും വിശ്വാസങ്ങളും നിർമ്മിതികളും. Thrust areas, sacrifices and debates, Buddha, Mahavira, Stupas, Mahayana Buddhism. യാഗങ്ങളും സംവാദങ്ങളും, ബുദ്ധൻ, മഹാവീരൻ, സ്തൂപങ്ങൾ, മഹായാന ബുദ്ധമതം. 1-ാം സഹസ്രാബ്ദത്തിന്റെ മധ്യകാലഘട്ടം ലോക ചരിത്രത്തിലെ തന്നെ വലിയ വഴിത്തിരിവ്. ചിന്തകർ അസ്തിത്വത്തിന്റെ നിഗൂഢതയും ബന്ധങ്ങളെയും മനസ്സിലാക്കാൻ ശ്രമിച്ചു. In the 6th century BCE, many thinkers appeared. Zarathustra of Iran, Kongzi or Confucius of China, Socrates, Plato and Aristotle in Greece, Mahavira and Gautam Buddha in India. Yaga Parambaryam, the sacrificial tradition. There were many traditions, and the source of early tradition is the Rig Veda. Rig Veda contains a number of hymns which were recited during sacrifices. We know that there are many types of sacrifices performed at the domestic level, and also the Rajasuya and Ashwamedha sacrifice, the elaborate sacrifices performed by kings. And sacrifices later lost their simplicity and they became costly, elaborate and violent. But Mahavira and Buddha, they taught in the language of the common people. യാഗങ്ങളുടെ സമയത്ത് ചൊല്ലുന്ന മന്ത്രങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാതെ സാധാരണ ജനങ്ങൾ അർത്ഥമറിയാത്ത എന്തോ കാര്യത്തിൽ ഇടപെടുന്നത് പോലെ ആരാധനകളിൽ പങ്കെടുത്തു. യാഗങ്ങളുടെ ലാളിത്യം നഷ്ടപ്പെട്ടു. പക്ഷെ മഹാവീരനും ബുദ്ധനും ജനങ്ങളുടെ ഭാഷയിൽ സംസാരിച്ചു. New questions. People were disturbed by the philosophical questions. Meaning of life, possibility of life after death and rebirth, nature of ultimate reality, whether there existed single ultimate reality or not. Next comes debates and discussion. Buddhist texts say there were 64 schools of thought. Teachers traveled from place to place and tried to convince one another and layperson. Debates took place in Kudagarashala, in a hut with a pointed roof or grooves where traveling mendicants halted. If a philosopher succeeded in convincing one of his rivals, the followers of the philosophy became his disciple. ചർച്ചകളും സംവാദങ്ങളും. ബുദ്ധമത ഗ്രന്ഥങ്ങളനുസരിച്ച് 64 രീതിയിലുള്ള ചിന്താധാരകളുണ്ട്. ആചാര്യന്മാർ അല്ലെങ്കിൽ ഗുരുക്കന്മാർ സഞ്ചരിച്ച കുടകരശാലയിലും ഗ്രൂപ്പുകളിലും ചർച്ചകളും സംവാദങ്ങളും നടത്തി. Next comes Mahavira. Before Mahavira, there were 23 Tirthankaras or Acharyan. ജീവിതനദി മുറിച്ചുകടക്കാൻ സ്ത്രീ പുരുഷന്മാരെ നയിക്കുന്നവർ. One who guide men and women across the river of existence. Original name Vardhamana. The 24th Tirthankara is the Mahavira. And the principles of Jainism. Entire world is animated. No injury to living beings. Birth and rebirth depend on karma. Asceticism and penance help salvation. ലോകം സചേതനമാണ്. അഹിംസ, ജനനം, പുനർജന്മം എന്നിവ കർമ്മത്തെ ആശ്രയിക്കുന്നു. മോക്ഷത്തിന് സന്യാസം അനിവാര്യമാണ്. ആൻഡ് 5 vows took by the Jains. ഒന്നിനെയും കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, സ്വത്ത് കൈവശം വയ്ക്കാതിരിക്കുക. Abstain from killing, stealing, lying and possessing property. Observe celibacy. Next comes the topic Buddha. His original name Siddhartha. 4 sights influenced him: the sight of an old man, sick man, a corpse, and the sight of a homeless mendicant. He tried self-mortification and meditation and finally attained enlightenment. And then he came to know as Buddha
or the enlightened one. For the rest of his life, he taught Dharma, or the path of righteous living. Teachings of Buddha were reconstructed from Sutapitaka and hagiographies. സിദ്ധാർത്ഥ എന്ന അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. 4 കാഴ്ചകൾ: വൃദ്ധൻ, രോഗി, മൃതശരീരം, അലഞ്ഞു നടക്കുന്ന പരിവ്രാജകൻ. ആത്മപീഡനത്തിലൂടെയും ധ്യാനത്തിലൂടെയും ഒക്കെയും അദ്ദേഹം ജ്ഞാനോദയം നേടി. അവസാനം എൻലൈറ്റൻമെന്റ് അല്ലെങ്കിൽ ബുദ്ധ അല്ലെങ്കിൽ അറിവുള്ളവൻ എന്ന നാമം സ്വീകരിച്ചു. പിന്നീടുള്ള ജീവിതം ശരിയായ ജീവിത രീതികൾ പഠിപ്പിക്കുന്ന ധർമ്മ പഠിപ്പിച്ച് അദ്ദേഹം ശിഷ്ടജീവിതം ചെലവഴിച്ചു. സൂതപീഠക അല്ലെങ്കിൽ പുണ്യാത്മക ചരിത്രം, ഇവയിലൂടെ നമുക്ക് അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളെ പറ്റി മനസ്സിലാക്കാം. His teachings: the world is transient, constantly changing, soulless, so nothing is permanent. Zorro is intrinsic to human life. Follow the path of moderation to escape from sorrow. Social world is human-made, and individual effort will transform social relations. Individual effort and right action is a means to attain nibbana or salvation. Nibbana and suffering. ലോകം ക്ഷണികവും അസ്ഥിരവും ആത്മാവില്ലാത്തതുമാണ്. ദുഃഖം അസ്തിത്വത്തിൽ അന്തർലീനമാണ്. മിതത്വത്തിന്റെ പാത പിന്തുടരണം. സാമൂഹ്യ ജീവിതം മനുഷ്യനിർമ്മിതമാണ്. വ്യക്തിപരമായ ശ്രമങ്ങൾ സാമൂഹ്യ ജീവിതങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. പുനർജന്മമോചനം, ആത്മസാക്ഷാത്കാരം നേടാൻ, സഹനത്തിന് അന്ത്യം കുറിക്കാൻ നിബാന. His last words: be lambs unto yourself, for as all of you must work out your own liberation. അദ്ദേഹത്തിന്റെ അനുയായികൾ monks, theris and lay people. Monks were teachers of Dharma, lived a simple life and possessed a bowl, and they lived on alms and so-called bhikkhus. Theris were women members. Ananda, the recommendation of Ananda, Buddha admitted women members into the Sangha. Respected women who had attained liberation, and the first women member is Mahaprajapati Gautama. And Sangha, the organization of monks. Initially only male members were admitted. Members included kings, Valdiman, Gahapatis, workers, slaves and craftspeople. All are equal. Follow the tradition of Ganas or Sanghas. Consensus were reached through discussions. If failed, decisions by voting. ധർമ്മം പഠിപ്പിക്കുന്ന അധ്യാപകരാണ്, ആചാര്യരാണ് മങ്കുകൾ, സന്യാസിമാർ. ലളിത ജീവിതം നയിച്ചു ഒരു പാത്രവും ഭിക്ഷയെടുത്തുമാണ് അവർ പാത്രം കൊണ്ടു നടന്ന ഭിക്ഷയെടുത്തുമാണ് അവർ ജീവിച്ചിരുന്നത്. തേരികൾ സ്ത്രീ അംഗങ്ങളാണ്. മോക്ഷം സിദ്ധിച്ച ബഹുമാന്യ വനിതകൾ എന്ന് പറയുന്നു. ആദ്യത്തെ തേരി എന്ന് പറയുന്നത് മഹാപ്രജാപതി ഗൗതമ. സാധാരണക്കാർ കുറേയധികം അംഗങ്ങളുണ്ടായിരുന്നു. രാജാവ്, ധനവാൻ, തൊഴിലാളി, അടിമ, കരകൗശല പണിക്കാർ. Next is stupas. Chaityas. Chaityas were sacred places of worship. Vishuddha Sthalam. The presence of features like trees, unique rocks, small shrines and places with awe-inspiring natural beauty. സവിശേഷമായ വൃക്ഷങ്ങളോ അസാധാരണ ശിലകളോ അസാധാരണ പ്രകൃതി സൗന്ദര്യമുള്ള പ്രദേശങ്ങളോ ചെറുക്ഷേത്രങ്ങളുള്ള സ്ഥലങ്ങളോ ആണ് ചൈത്യങ്ങൾ. ചൈത്യ, the word derived from the word chida, ശവദാഹത്തിനായുള്ള ചിതം. Buddhist literature mentioned a number of chaityas, that is the sacred places associated with Buddha's life. Lumbini, Bodh Gaya, Saranath and Kushinagara. How were the stupas built? By donations. Donations, we can see the details in the inscriptions of the stone railings and pillars. Who made the donations? Kings like Shatavahanas, girls of ivory workers, men, women, bhikkhus and bhikkhunis, that is the monks and nuns. The structure of stupa. The meaning of stupa is heap. At first, a stupa is a very simple structure. Later, it became very complex. The semicircular mound is called anda. It was a symbol of dharma. This dome is meant for circumambulation or pradakshina. Above the anda is a balcony-like structure called hamika. Arising from hamika, a mass called yashti. Yashti, covered by an umbrella-like structure called chhatri. Chhatri meant to honor and shelter the relics. Around the mound was a railing. The railing separated the sacred space from the secular space. Kuna എന്നർത്ഥം ലളിതമായ മന്മയുടെ പിന്നീട് സങ്കീർണ ഘടനയായി രൂപാന്തരപ്പെട്ടു. ധർമ്മത്തെ സൂചിപ്പിക്കുന്നു. അർത്ഥവൃത്താകൃതിയിലുള്ള ഘടനയാണ് ഭക്തർ ഘടികാരദിശയിൽ വലം വെക്കുന്നത്. അണ്ടയുടെ മുകളിൽ ബാൽക്കണി പോലെയുള്ളത് ഹാർമിക. ഹാർമികയിൽ നിന്ന് ഉയരുന്നത് കൊടിമരം യഷ്ടി. ഇതിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന കുട ഛാത്രി. മൺമേടിന് ചുറ്റും കൽവേലികൾ. ഈ വേലികൾ സ്തൂപത്തിലെ വിശുദ്ധയിടത്തെയും പുറത്തെ ലൗകികയിടത്തെയും വേർതിരിച്ചു നിർത്തുന്നു.
Stone's railings have slabs with inscriptions of donors in Brahmi script. ബ്രഹ്മി ലിപിയിലുള്ള ലിഖിതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. Amaravati Stupa, Earths and Andhra Pradesh. In 1796, a local Raja tried to build a temple by the stones of Amaravati, and then came Colin Mackenzie. He made detailed drawings of sculpture, but his reports were not published. In 1854, Walter Elliot, he observed that he took the sculptures to the Asiatic Society of Bengal at Calcutta, India office in Madras, and to London. He discovered the Western Gateway. After Walter Elliot, these marbles were called the Elliot marbles. Cole did not succeed in preserving Amaravati. Mahachaitya of Amaravati is now just an insignificant little mound. 1796 ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ ഒരു പ്രാദേശിക രാജാവ് അമരാവതി സ്തൂപത്തിന്റെ കല്ലുകൾ ഉപയോഗിച്ചു. കോളിൻ മെക്കൻസി കുറച്ചു വർഷങ്ങൾക്ക് ശേഷം വിശദമായ ചിത്രങ്ങൾ വരച്ചെങ്കിലും ആ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല. വാൾട്ടർ എലിയറ്റ് ഈ ശിലാഫലകങ്ങൾ ബംഗാൾ, മദ്രാസ്, ലണ്ടൻ എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇതിനെ എലിയറ്റ് മാർബിൾസ് എന്നറിയപ്പെടുന്നു. പടിഞ്ഞാറെ പ്രവേശന കവാടം കണ്ടെത്തിയത് അദ്ദേഹമാണ്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് മഹായാന ബുദ്ധിസം. ദ വർഷിപ്പ് ഓഫ് ബുദ്ധ ആൻഡ് ബോധിസത്വസ്. Called the great vehicle, Buddha as a savior to ensure salvation. Bodhisattva, deeply compassionate beings who accumulated merit to help others to achieve nibbana. മോക്ഷം പ്രാപിക്കാനായി മറ്റുള്ളവരെ സഹായിക്കാനായി തങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കുന്നവരാണ് ബോധിസത്വൻ. ബുദ്ധനെ ഒരു രക്ഷകനായി കാണുന്നു. വലിയ വാഹനം എന്നറിയപ്പെടുന്ന മഹായാനം ബുദ്ധനെയും ബോധിസത്വനെയും പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. നമുക്ക് ഇനി മറ്റൊരു തീമിനെ പരിചയപ്പെടാം. ഇറ്റ് ഈസ് ത്രൂ ദ ഐസ് ഓഫ് ട്രാവലേഴ്സ്, സഞ്ചാരികളുടെ കണ്ണുകളിലൂടെ എന്ന 5ാമത്തെ തീം. നമ്മൾ ഈ തീമിന്റെ ഉള്ളടക്കത്തിൽ 3 സഞ്ചാരികളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. അവരാരൊക്കെയാ? ഒന്ന് അൽബറൂണി, മറ്റൊന്ന് ഇബൻ ബത്തൂത്ത, മറ്റൊരാൾ ഫ്രാങ്കോയിസ് ബെർണിയർ. അൽബറൂണി എവിടെ നിന്ന് വന്നു എന്ന് നിങ്ങൾ ഓർക്കണം. ഹി വാസ് ഫ്രം ഉസ്ബെക്കിസ്ഥാൻ. അദ്ദേഹം എഴുതിയ കൃതി കിതാബുൽ ഹിന്ദാണെന്ന് ഓർക്കണം. അതുപോലെ തന്നെ ഇബൻ ബത്തൂത്ത, ഹി വാസ് എ മൊറോക്കൻ ട്രാവലർ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതി ഏതായിരുന്നു? ഇറ്റ് വാസ് റഹ്ല. അതുപോലെ ഫ്രാങ്കോയിസ് ബെർണിയർ, ഫ്രഞ്ചുകാരനായ എ ഡോക്ടർ വിത്ത് എ ഡിഫറൻസ്, വ്യത്യസ്തനായ ഒരു ഡോക്ടർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഫ്രാങ്കോയിസ് ബെർണിയർ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതി ട്രാവൽസ് ഇൻ ദ മുഗൾ എംപയർ ആണ് എന്നുകൂടി നിങ്ങൾ ഓർത്തു വെച്ചേക്കേണ്ടതാണ്. ഈ മേഖല നിങ്ങൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഏതൊക്കെയാണതെന്ന് ഞാൻ പറയട്ടെ. ദ കണ്ടീഷൻസ് ഓഫ് ഇന്ത്യ ഇൻ ദ ലൈറ്റ്സ് ഓഫ് ദ അക്കൗണ്ട്സ് ഓഫ് ദീസ് അൽബറൂണി, ദെൻ ഇബൻ ബത്തൂത്ത ആൻഡ് ഹിസ് അക്കൗണ്ട്സ്. അൽബറൂണി ആ കാലഘട്ടത്തിലെ ഇന്ത്യയുടെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് പരിചയപ്പെടുത്താൻ ശ്രമിച്ചത്. ഇബൻ ബത്തൂത്ത എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ രചനകളിൽ ഇന്ത്യൻ സാഹചര്യങ്ങളെ പുനഃസൃഷ്ടിക്കാൻ ശ്രമിച്ചത് എന്ന് ഓർക്കുക. ബെർണിയർ, അദ്ദേഹം ഹി കമ്പയർഡ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, ഇന്ത്യയെ വെസ്റ്റേൺ രാജ്യങ്ങളുമായി, പ്രത്യേകിച്ചും പടിഞ്ഞാറൻ രാജ്യത്തിൽപ്പെട്ട അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഫ്രാൻസുമായി താരതമ്യം ചെയ്യാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണം. ആൻഡ് ആൾസോ ദ സോഷ്യൽ കണ്ടീഷൻസ് ഓഫ് മെഡീവൽ ഇന്ത്യ. നമ്മൾ ഈ തീമിൽ സാമൂഹികമായിട്ടുള്ള അവസ്ഥകളെ, ഇന്ത്യയിലെ മധ്യകാല ഇന്ത്യയിലെ സാമൂഹ്യ അവസ്ഥകളെ കുറിച്ചാണ് ഈ തീമിലൂടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക. അൽബറൂണിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയായ കിതാബുൽ ഹിന്ദ് എത്ര ചാപ്റ്ററുകളായിട്ടാണ്? ഏകദേശം 80 ചാപ്റ്ററുകളായിട്ടാണ് അത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യൻ സാഹചര്യങ്ങളെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചത് എന്നുകൂടി, ഓവർകമ്മിങ് ദ ബാരിയേഴ്സ് ടു അണ്ടർസ്റ്റാൻഡിങ് ഓൺ ഇന്ത്യ, ഇന്ത്യയെക്കുറിച്ച് പരിചയപ്പെടാൻ, അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ എങ്ങനെ പരിശ്രമിച്ചു എന്നറിയുക. അതിന് അദ്ദേഹം നേരിട്ട വെല്ലുവിളികളെ കുറിച്ച് അറിയേണ്ടതുണ്ട്. ദെൻ ഹിസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി കാസ്റ്റ് സിസ്റ്റം, അദ്ദേഹം ഇന്ത്യയിലെ ജാതി സമ്പ്രദായത്തെ എങ്ങനെ പരാമർശിക്കാൻ ശ്രമിച്ചു, എങ്ങനെ വിവരിക്കാൻ ശ്രമിച്ചു. ഈ കാര്യങ്ങളാണ് നിങ്ങൾ അൽബറൂണിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നിങ്ങളുടെ മനസ്സിൽ കാണേണ്ടുന്നത്. ഇനി നമുക്ക് ഇബൻ ബത്തൂത്തയെ കുറിച്ച് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബൻ ബത്തൂത്തയെ കുറിച്ച് അറിയുമ്പോൾ അദ്ദേഹം ഒരു ആദ്യകാല ഒരു ആഗോള സഞ്ചാരി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. അദ്ദേഹം എൻജോയ്മെന്റ് ഓഫ് ക്യൂരിയോസിറ്റീസ്, അദ്ദേഹം കണ്ടെത്തിയ ഏതൊന്നിനെയും അദ്ദേഹത്തിന് വളരെ കൗതുകമായി തോന്നിയവയെ അദ്ദേഹത്തിന്റെ വായനക്കാർക്ക് പരിചയപ്പെടുത്തുവാൻ വേണ്ടി അൽബറൂണി നടത്തിയ ചില പരിശ്രമങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ എക്സൈറ്റ്മെന്റ് ഓഫ് അൺഫെമിലിയർ, അദ്ദേഹം കോക്കനട്ടിനെയും അതായത് നാളികേരത്തെയും വെറ്റിലയെയും വിവരിക്കാൻ ശ്രമിച്ച രീതി നിങ്ങൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആൻഡ് ഹിസ് ഡിസ്ക്രിപ്ഷൻ ഓൺ ഇന്ത്യൻ സിറ്റീസ്, ഏതൊക്കെ നഗരങ്ങളെ കുറിച്ചാണ്, ഡൽഹിയെയും ദൗലത്താബാദിനെയും ഒക്കെ ഇബൻ ബത്തൂത്ത എങ്ങനെ പരിചയപ്പെടുത്തി എന്ന് നിങ്ങൾ അറിയുക.
and an unique system of communication which existed at the time of ഇബ്ൻ ബത്തൂത്ത. അദ്ദേഹത്തിന്റെ റഹ്ല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ചില പോസ്റ്റൽ സമ്പ്രദായത്തെയും കമ്മ്യൂണിക്കേഷൻ സമ്പ്രദായത്തെയും ഒക്കെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ അടിമത്ത സമ്പ്രദായത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ഇവയെല്ലാം നിങ്ങൾ ഓർത്തു വെക്കേണ്ടുന്ന പ്രധാനപ്പെട്ട മേഖലകളാണ്. അന്നത്തെ ആ പോസ്റ്റൽ സമ്പ്രദായത്തെക്കുറിച്ച് നിങ്ങൾ ആ ക്ലാസ് കേട്ടിട്ടുള്ളവർക്കറിയാം. 2 പ്രധാനപ്പെട്ട പോസ്റ്റൽ സമ്പ്രദായം ഉണ്ടായിരുന്നു. ഒന്ന് ഉലൂക്ക് എന്നും മറ്റൊന്ന് ദാവ എന്ന് പറയുന്ന 2 പോസ്റ്റൽ സമ്പ്രദായം. അതോടൊപ്പം തന്നെ ദർ വാസ് ആൻ എലാബറേറ്റ് സിസ്റ്റം ഓഫ് സ്പൈസ്, അല്ലെ, ഒരു ചാര സമ്പ്രദായം, ഒരു ചാര പ്രവർത്തനം കൂടി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് പറയുന്നത് എന്താ, ഏകദേശം ഡൽഹിയിൽ നിന്ന് സിന്ധ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് സഞ്ചരിച്ചെത്തുവാൻ മിനിമം 50 ഡേയ്സ് വേണ്ടി വന്നപ്പോൾ ഈ പറയുന്ന സ്പൈസസ് കൊടുക്കുന്ന ന്യൂസ് സുൽത്താന്റെ കയ്യിൽ എത്തുന്നതിന് മിനിമം 5 ഡേയ്സ് മതിയായിരുന്നു എന്നുകൂടി വിവരിക്കുന്നുണ്ട്. അത്ര എലാബറേറ്റ് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ എക്സിസ്റ്റഡ് ഡ്യൂറിംഗ് ദോസ് ടൈം. ദെൻ നമുക്ക് ഫ്രാങ്കോയിസ് ബെർണിയറെ കുറിച്ചുകൂടി അറിയുമ്പോൾ നിങ്ങൾക്ക് ആ തീമുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉള്ളടക്കം നിങ്ങളുടെ മനസ്സിൽ ഹൃദയസ്ഥമാകും. അതിൽ ബെർണിയർ ഹിസ് കമ്പാരിസൺ ഓഫ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ട്രാവൽസ് ഇൻ ദ മുഗൾ എംപയർ എന്ന അദ്ദേഹത്തിന്റെ കൃതിയിൽ അദ്ദേഹം എന്താ ചെയ്യാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൃതി ആരെയൊക്കെ സ്വാധീനിച്ചു? പാശ്ചാത്യ ചിന്തകരെ സ്വാധീനിച്ചു. പ്രത്യേകിച്ചും ആരെയൊക്കെയാ ഓർമ്മയുണ്ടാകും നിങ്ങൾക്ക്. അതിൽ ഒന്ന് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എഴുതിയ കാൾ മാക്സിനെയും അതുപോലെ തന്നെ ഓറിയന്റൽ ഡെസ്പോട്ടിസം അഥവാ പൗരസ്ത്യ സ്വേച്ഛാധിപത്യം എഴുതിയ മൊണ്ടസ്ക്യൂവിനെയും നിങ്ങൾ ഓർത്തുവെച്ചേക്കുക. ഈ മേഖലകളിലൂടെയാണ് ബെർണിയർ കടന്നുപോയത്. അതോടൊപ്പം തന്നെ അദ്ദേഹം മുഗൾ ഇന്ത്യയെ കമ്പയർ ചെയ്തത് എങ്ങനെയായിരുന്നു? അവിടെ ലാക്ക് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി, അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഏറ്റവും കൂടുതൽ അനുകൂലിച്ച വ്യക്തിയായിരുന്നു ഫ്രാങ്കോയിസ് ബെർണിയർ. പക്ഷേ മുഗൾ സാമ്രാജ്യത്തിൽ എങ്ങും തന്നെ അദ്ദേഹത്തിന് അത്തരം സംഗതികൾ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ വെർച്യൂസിന്റെ ഒരു വക്താവ് കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞെന്താ, ഈ ക്രൗൺ ഓണർഷിപ്പ് ഓഫ് ലാൻഡ് അത് ജനങ്ങളെയും സ്റ്റേറ്റിനെയും ഒക്കെ തന്നെ ദോഷകരമായി ബാധിക്കുമെന്ന് ബെർണിയർ വാദിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം മുഗൾ കാലഘട്ടത്തിലെ ഇന്ത്യയെ വിശേഷിപ്പിച്ചത് എങ്ങനെയൊക്കെയായിരുന്നു എന്നുകൂടി നിങ്ങൾ ഓർത്തു വെച്ചേക്കേണ്ടതാണ്. എന്തൊക്കെയായിരുന്നു? ദാറ്റ് മീൻസ് ബർഗേഴ്സ് ആൻഡ് ബാർബേറിയൻസ് ആയിരുന്നു ഇന്ത്യക്കാർ. അപ്പം ആ കാലഘട്ടത്തിലെ മുഗൾ കാലഘട്ടത്തിലെ സിറ്റീസ് അല്ലെങ്കിൽ ടൗൺസ് വെയർ റൂയിൻഡ് ആൻഡ് കണ്ടാമിനേറ്റഡ്. നമുക്ക് ഈ അന്തരീക്ഷത്തിന്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ അടുത്തിടയ്ക്കൊക്കെ വാർത്തകളിൽ കേൾക്കുന്നില്ലയോ? ഡൽഹിയിലും മറ്റുമൊക്കെ തന്നെ അന്തരീക്ഷ മലിനീകരണം വളരെ ഉയർന്ന തോതിലാണ് എന്നുള്ള നിലയിൽ. അപ്പൊ അത്തരത്തിൽ മലീമസമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു എന്നും ദെൻ ഓവർ സ്പ്രെഡ് വിത്ത് ബുഷസ്, കുറ്റിച്ചെടികൾ നിറഞ്ഞതാണെന്നും ആൻഡ് ഫുൾ ഓഫ് പെസ്റ്റിലൻഷ്യൽ മാരിഷസ്, ഈ രോഗവാഹികളായിട്ടുള്ള ചതുപ്പ് നിലങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളായിരുന്നു മുഗൾ കാലഘട്ടത്തിലെ ഇന്ത്യ എന്ന് ബെർണിയർ വിശേഷിപ്പിക്കാൻ ശ്രമിച്ചതായും നിങ്ങൾ ഓർത്തു വെച്ചേക്കേണ്ടതാണ്. And now moving on to the next theme, the imperial capital, Vijayanagara. ഒരു രാജകീയ തലസ്ഥാനം വിജയനഗരം. The thrust areas. നമ്മൾ വിജയനഗര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട മേഖലകൾ എന്ന് പറയുന്നത് വിജയനഗരം, അതിന്റെ തലസ്ഥാനവും അതിന്റെ ചുറ്റുപാടുകളും, രാജകീയ കേന്ദ്രം എന്ന വിജയനഗരത്തെ, അതിന്റെ വിശുദ്ധ കേന്ദ്രം സേക്രഡ് സെന്റർ, റോയൽ സെന്റർ ആൻഡ് ദ എൻവയോൺസ് ഓഫ് വിജയനഗര. Vijayanagara has a different or distinctive layout and building style. The first topic is water resources. It's located in the natural basin of the Tungabhadra River. The stunning granite hills and the streams, the embankments, or the raised structure for reservoirs. It's an arid zone, so need large arrangements to store rainwater. Most important works were Kamalapuram Tank and Hiriya Canal. വിജയനഗരത്തിന്റെ ജലസ്രോതസ്സുകൾ വരണ്ട മേഖലയായിരുന്നു. തുംഗഭദ്ര നദിയുടെ മടിത്തട്ടിൽ ജലസംഭരണികൾ ഉണ്ടായിരുന്നു. പാറക്കെട്ടിൽ നിന്നുള്ള അരുവികൾ, ഹിരിയ കനാൽ, കമലാപുരം കുളം ഇവയൊക്കെയും ആ വരണ്ട മേഖലയെ സമ്പുഷ്ടമാക്കാൻ ഉള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നിരുന്നു. Fortifications. Forts enclosed agricultural lands and forests. It also linked the hills. Construction is tapered. No mortar or cementing agent. Stone blocks were wedge-shaped. In a portion filled with river, it is the square or the rectangular bastions or projections. Abdul Razak, the ambassador from Persia, mentioned 7 lines of forts. Why they did this fortification, or they surround agricultural lands with forts? Medieval kings built large granaries to store food. Vijayanagara rulers took a little step forward of making use of this strategy for protecting fields. Fort has well-guarded gates which regulate access.
The gates has a arch and dome over it. These features were introduced by the Turkish Sultanates and it's called Indo-Islamic style. കോട്ടമതിലുകൾ കൃഷിഭൂമിയെയും വനത്തെയും ഉൾക്കൊള്ളുന്നു. കുന്നുകളെ ബന്ധിപ്പിച്ചു. ചാന്ത് ഉപയോഗിച്ചിട്ടില്ല. കല്ല് ആപ്പിന്റെ ആകൃതിയിലാണ്. കൊത്തളങ്ങൾ തള്ളി നിൽക്കുന്നു. മധ്യകാല ഉപരോധത്തിന്റെ ഒരു പ്രത്യേകത ശത്രുക്കളെ പട്ടിണിക്കിട്ട് കൊല്ലുകയായിരുന്നു. അതുകൊണ്ട് രാജാക്കന്മാർ ധാന്യപ്പുരയ്ക്ക് പകരം ശക്തമായ സുരക്ഷയുള്ള കവാടങ്ങളാണ് വിജയനഗര രാജാക്കന്മാർ സ്വപ്നം കണ്ടത്. കവാടത്തിന്റെ കമാനവും മകുടവും ഇൻഡോ ഇസ്ലാമിക് ശൈലിയെ വിശേഷിപ്പിക്കുന്നു. റോഡുകൾ constructed in valleys avoiding the rocky terrains. The roads from the temple gates were lined by basas. പാറപ്രദേശങ്ങൾ ഒഴിവാക്കി താഴ്വരയിലൂടെയാണ് റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഓരങ്ങളിൽ നമുക്ക് ക്ഷേത്രറോഡുകളിൽ നമുക്ക് കമ്പോളങ്ങൾ കാണാൻ സാധിക്കും. The urban core. Roads lead to urban core. There's very little evidence of the houses of ordinary people. We can find Chinese porcelain there, which is thought to be the site occupied by the rich traders. It's also the Muslim residential quarter. The tombs and mosques resemble the mandapas of temples. Field survey shows that there were many shrines and many temples which show the variety of cults of different communities. Barbosa, the 16th century Portuguese traveler, says that the houses of the ordinary people were thatched, well-built, and arranged according to occupation in long streets with many open places. And sources of water for the common people, well, rainwater tanks and temple tanks. സാധാരണ ജനങ്ങളുടെ വീടുകളെപ്പറ്റി വളരെ ചുരുക്കം തെളിവുകൾ മാത്രമാണ് നമുക്കുള്ളത്. മനോഹരങ്ങളായി ചൈനീസ് മൺപാത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സമ്പന്ന വ്യാപാരികൾ ഉപയോഗിച്ചിരുന്ന ആവാം. മുസ്ലിം താമസ സ്ഥലമായിരുന്നു ഇത്. വാസ്തുവിദ്യ നോക്കിയാണെങ്കിൽ ക്ഷേത്ര മണ്ഡപങ്ങൾക്ക് സമാനമാണ്. ഫീൽഡ് സർവേയിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമുണ്ട്. അനേകം എണ്ണമറ്റ ക്ഷേത്രങ്ങളും ദേവാലയങ്ങളും അവിടെയുണ്ട്. ഇതിന്റെ അർത്ഥം വിവിധ വിശ്വാസക്രമങ്ങൾ അവിടെ ഒരുമിച്ച് താമസിച്ചിരുന്നു. ബാർബോസ വിവരിക്കുന്നു, സാധാരണക്കാരുടെ വീടുകൾ മേഞ്ഞതാണ്. തൊഴിലനുസരിച്ച് ക്രമീകരിച്ചതും തുറസായ സ്ഥലങ്ങളിലുള്ള നീണ്ട തെരുവുകളിലാണ് അവ കാണപ്പെടുന്നത്. The Royal Center. It has more than 60 temples. A large number of temples and cults show the authorities or the rulers associate themselves with gods. 30 building complexes identified as palaces. Buildings do not seem to associate with rituals. Difference between temple buildings and secular buildings is that the temples were made of stones, secular buildings were made of perishable materials. രാജകീയ കേന്ദ്രം, 60-ലധികം ക്ഷേത്രങ്ങൾ. ഭരണാധികാരികൾ ദൈവവുമായുള്ള ബന്ധത്തിലൂടെ അധികാരം സ്ഥാപിച്ചു. 30ഓളം കെട്ടിട സമുച്ചയങ്ങൾ നമുക്കവിടെ കാണാം. ക്ഷേത്രങ്ങൾ കല്ലുകൊണ്ടും മതേതര കെട്ടിടം നശിക്കുന്ന വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചു. King's Audience Hall. It's a high platform surrounded by double walls. Between the walls, there is a street. It has wooden pillars closely spaced at intervals and a staircase to go up. Purpose is not clear or known. ശ്രോതാക്കളുടെ മുറി. ഉയർന്ന മണ്ഡപമാണിത്. 2 ഭിത്തികളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. ഇടയിൽ തെരുവുണ്ട്. കൃത്യമായ ഇടവിട്ട് തടിയിൽ നിർമ്മിച്ച തൂണുകൾ. ഒരു കോണിപ്പടി കാണാം. ഉപയോഗം എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല. Next structure is the Mahanavami Dibba. It's the highest point of the town. Platform base is 11,000 square feet and it has a height of 40 feet. Support a wooden structure, base covered with relief carvings. Ritual associated is, the name suggests, the Mahanavami, the 10-day festival. Dusra in North India, Durga Puja in Bengal, Navaratri or Mahanavami in Peninsular India. Kings displayed their prestige, power and supremacy. Various ceremonies associated with has a symbolic meaning. The ceremonies included the worship of the image, worship of the state horse, sacrifice of buffaloes and animals, dances, wrestling matches, processions of horses, elephants, chariots and soldiers, ritual presentations before kings and guests, and Nayakas offer gifts and tribute to the kings on this occasion. On the last day, king inspected the army in the open field. But scholars pointed out that there is no enough space for the procession and ceremonies at Mahanavami Dibba. നഗരത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലമാണ് മഹാനവമി ദിബ്ബ. മണ്ഡപത്തിന്റെ വിസ്തീർണം 11,000 ചതുരശ്ര അടി ആണ്. ഉയരം 40 അടി. കൊത്തുപണികൾ കാണാം. ആചാരങ്ങൾ മഹാനവമി ആ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആയിട്ട് ബന്ധപ്പെട്ടാണ്. രാജാക്കന്മാർ തങ്ങളുടെ അധികാരം, ശക്തി, ആചാരപ്രകടനങ്ങൾ നടത്തുന്ന സമയമാണിത്. സൈനിക പരിശോധന നടത്തും. അദ്ദേഹത്തിന് പാരിതോഷികവും കപ്പവും സമർപ്പിക്കുന്നതും ഈ സമയത്താണ്.
Another beautiful building is the Lotus Mahal. It's named by British travelers. Purpose also not known. Mackenzie says that it may be a council chamber where the place where the kings met his advisors. There are numerous temples. The most important one is the Hazara Ramaswamy temple. The sacred center includes the mantabas, gopurams, chariot streets, and temples. There are many local sacred traditions. This is a monkey kingdom of Vali and Sugriva in Ramayana. Pampa Devi did penance in the hills to marry Virupaksha or Shiva. Rulers associate themselves with gods. King granted lands and resources to temples. Rulers claim to rule on behalf of God Virupaksha. So the royal orders bear the name Sri Virupaksha in Kannada script. Rulers so use the title Hindu Suratrana, meaning Hindu Sultan. Temples have a long history of temple building. They serve as center of learning, religion, society, cultural and economic center. Rulers construct and maintain temple as an important means to get support and recognition. King's visit to temples is considered a state occasion. And the structure is gopurams, structures with immense scale which mark the authority and power of the king. The royal gateways or the royal gopurams, it signal the presence of the temple from a distance. Mantapas were pavilions with long pillared corridors built around shrines within temples. Another important temple is the Virupaksha temple. The inscriptions dated to 9 to 10 centuries. It's a hall in front of the temple was built by Krishna Devaraya to mark his accession. It has eastern gopuram, carved pillars. Central shrine occupy a very small part of the complex. The Vitala temple. Main god is Vitala or Vishnu. There are several halls and the shrine designed like a chariot. Rulers worked to create an imperial culture. Chariot streets were paved with stone slabs, lined with pillared pavilions on which merchants set up their shops. വിശുദ്ധ കേന്ദ്രം പ്രാദേശിക വിശുദ്ധ പാരമ്പര്യം അനുസരിച്ച് രാമായണത്തിലെ വാനരരാജ്യം എന്ന് കരുതുന്നു. പമ്പാദേവി ശിവനെ വിവാഹം കഴിക്കാൻ തപസ്സനുഷ്ഠിച്ച സ്ഥലം. വിശുദ്ധ കേന്ദ്രത്തിൽ അനേകം ക്ഷേത്രങ്ങൾ, മണ്ഡപങ്ങൾ, ഗോപുരങ്ങൾ, രഥപാതകൾ നമുക്ക് കാണാൻ കഴിയും. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ വിരുപാക്ഷ ക്ഷേത്രം, വിട്ടല ക്ഷേത്രം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. നമ്മൾ 1857 കലാപം എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റബ്ബൽസ് ആൻഡ് ദ രാജ്, ആ തീമുമായി ബന്ധപ്പെട്ട ഉള്ളടക്ക മേഖലകളെ കൂടി നമുക്ക് പരിചയപ്പെടാം. നമ്മൾ കേട്ട ക്ലാസ്സിൽ നിന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന മേഖലകൾ ഇതാണ്: ലീഡേഴ്സ് ആൻഡ് ദ ഫോളോവേഴ്സ് ഓഫ് ദിസ് റബലിയൻ. മറ്റൊന്ന് റൂമേഴ്സ് ആൻഡ് പ്രൊഫസീസ്, അതായത് കിംവദന്തികൾക്കും അതുപോലെ തന്നെ പ്രൊഫസീസ്, പ്രവചനങ്ങൾക്കും ഈ കലാപവുമായി ബന്ധപ്പെട്ട എന്തുമാത്രം സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു. ആൻഡ് ഇമേജസ് ഓഫ് ദ റിവോൾട്ട്, കലാപവുമായി ബന്ധപ്പെട്ട ചിത്രീകരണങ്ങൾക്ക് എത്ര കണ്ട് സ്വാധീനമുണ്ടായിരുന്നു എന്നതാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് അറിയേണ്ടിയിരിക്കുന്നത്. ലീഡേഴ്സ് ആൻഡ് ഫോളോവേഴ്സിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടുന്ന പേരുകൾ ഏതൊക്കെയാണ് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ബഹദൂർ ഷായെയും നാനാ സാഹിബിനെയും റാണി ഝാൻസിയെയും ഒപ്പം തന്നെ കൻവർ സിംഗ്, വാജിദ് അലി ഷാ, ബീഗം ഹസ്രത് മകൾ, ബിർജിസ് ഖാദർ, ഷാമാൽ, ഗോനു അല്ലെ, ഛോട്ടാ നാഗ്പൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഗോനുവിന്റെ പ്രവർത്തനങ്ങൾ, ദെൻ മൗലവി അഹമ്മദുള്ള, ഇവരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ലീഡേഴ്സ് എന്ന് നിങ്ങൾ ഓർത്തു വെച്ചേക്കേണ്ടതാണ്. അവര് എവിടെയൊക്കെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് എന്നുകൂടി മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഈ ലീഡേഴ്സിന്റെ പൊസിഷൻ, അവരുടെ പദവി, ഇപ്പം ബഹദൂർ ഷാ ആരായിരുന്നു? മുഗൾ എംപറർ ആയിരുന്നു. അതേസമയം നാനാ സാഹിബോ, ഹി വാസ് ദ സക്സസർ ഓഫ് പേഷ്വ ബാജിറാവു അല്ലെ, കാൺപൂർ കേന്ദ്രീകരിച്ച് കലാപത്തിന് നേതൃത്വം കൊടുത്തയാൾ. ഇങ്ങനെ ഓരോ ലീഡർമാരെ കുറിച്ചും നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി എങ്ങനെയായിരുന്നു കലാപത്തിന് റൂമേഴ്സ്, അതായത് നമ്മൾ കേട്ടിട്ടുള്ള കിംവദന്തികൾ ഈ കലാപത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചതെന്ന് ഓർക്കേണ്ടതാണ്. ആ കാലഘട്ടത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയ റൈഫിളിന്റെ പേരെന്തായിരുന്നു? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഇറ്റ് വാസ് എൻഫീൽഡ് റൈഫിൾ. ആ എൻഫീൽഡ് റൈഫിളിൽ ഉപയോഗിച്ചിട്ടുള്ള ബുള്ളറ്റുകൾ, അതിന്റെ തോക്കിൽ ഉപയോഗിച്ച തിരകൾ, അത് എന്തുകൊണ്ട് കവർ ചെയ്തു എന്ന ആ കാലഘട്ടത്തിൽ ഒരു പ്രചാരം വന്നത്. യെസ്, ഇറ്റ് വാസ് കോട്ടഡ് വിത്ത് ദ ഫാറ്റ് ഓഫ് കൗസ് ആൻഡ് പിഗ്സ്. അതുപോലെ തന്നെയായിരുന്നു അക്കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ കച്ചവട കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വിപണനത്തിനായി വെച്ചിരുന്ന ഫ്ലോർ, നമ്മളെ ധാന്യപ്പൊടിയുണ്ടല്ലോ, ഇറ്റ് വാസ് മിക്സ്ഡ് ദ ബോൺ ഡസ്റ്റ് ഓഫ് കൗസ് ആൻഡ് പിഗ്സ്. പശുവിന്റെയും പന്നിയുടെയും ഒക്കെ തന്നെ
ബോൺ ഡസ്റ്റ് കൊണ്ട് എല്ലുപൊടികൾ മിക്സ് ചെയ്ത ധാന്യപ്പൊടികളായിരുന്നു മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നത് എന്ന നിലയിൽ ഒരു കിംവദന്തി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇന്ത്യക്കാരെമ്പാടും വിശ്വസിച്ചതെന്താ? ദ ബ്രിട്ടീഷ് ദേ വിൽ ഡിസ്ട്രോയ് ദ കാസ്റ്റ് ആൻഡ് റിലീജിയൻ ഓഫ് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ്. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മതത്തെയും വിശ്വാസങ്ങളെയും ഒക്കെ തകർക്കുമെന്നായിരുന്നു ബ്രിട്ടീഷുകാർ ചെയ്യുമെന്ന് ഇന്ത്യക്കാർ വിശ്വസിച്ചു. അതുപോലെ തന്നെ ഇന്ത്യക്കാർ വിശ്വസിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കിംവദന്തി എന്തായിരുന്നു? ദ കൺവേർട്ട് ഇന്ത്യൻസ് ടു ക്രിസ്ത്യാനിറ്റി. ക്രിസ്തു മതത്തിലേക്ക് ഇന്ത്യക്കാരെ പരിവർത്തനം ചെയ്യും, അല്ലെങ്കിൽ അവരെ മതപരിവർത്തനം നടത്തുമെന്ന ഒരു കിംവദന്തിയും അക്കാലഘട്ടത്തിൽ റൂമറായി പുറത്തു വന്നു. ദെൻ ദ ബ്രിട്ടീഷ് റൂൾ വുഡ് കം ടു ആൻ എൻഡ്. ഒരു പ്രധാനപ്പെട്ട പ്രവചനത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. എന്തായിരുന്നു അത്? അതായത് നമ്മൾ ഈ പറയുന്ന 1857 കലാപം എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് പ്ലാസി യുദ്ധത്തിന്റെ 100ാം വാർഷികത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പം അന്നത്തെ പ്രധാനപ്പെട്ട പ്രവചനം എന്ന് പറയുന്നത് ഈ ബാറ്റിൽ ഓഫ് പ്ലാസിയുടെ സെന്റിനറി ആഘോഷിക്കുന്ന ഭാഗമായി, അതായത് 100ാം വാർഷികത്തോടനുബന്ധിച്ച് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ തകർന്നടിയുമെന്ന ഒരു പ്രവചനം അക്കാലഘട്ടത്തിൽ ജനങ്ങളെ വല്ലാതെ സ്വാധീനിച്ചു. ആൻഡ് ദർ വാസ് എ വൈഡ് സ്പ്രെഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചപ്പാത്തി. അന്നത്തെ കാലഘട്ടത്തിൽ ഈ രാത്രി കാലങ്ങളിൽ ഗ്രാമ കാവൽക്കാരന്റെ അടുത്തേക്ക് അപരിചിതനായ ഒരു വ്യക്തി വരികയും അയാൾ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഒരു ചപ്പാത്തി കൊടുത്തിട്ട് ഇതിന്റെ 5 ചപ്പാത്തികളായി നിർമ്മിച്ച് നിങ്ങൾ മറ്റു പ്രദേശങ്ങളിലേക്ക് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന ഒരു മെസ്സേജ് പാസ് ചെയ്യുകയുണ്ടായി. അപ്പൊ അത്തരത്തിലുള്ള റൂമറുകൾ ഈ 1857 റിവോൾട്ടിനെ വല്ലാതെ സ്വാധീനിച്ചു. പക്ഷെ എന്തുകൊണ്ട് ജനങ്ങൾ ഈ കലാപവുമായി ബന്ധപ്പെട്ട് ഈ ഇത്തരം റൂമറുകളിൽ വിശ്വസിച്ചു എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് നിരവധി ഘടകങ്ങൾ ഉണ്ടായിരുന്നു, ഇല്ലേ? ലോർഡ് വില്യം ബെന്റിക്ക് നടത്തിയ ചില റിഫോമുകൾ, പരിഷ്കാരങ്ങൾ, പാശ്ചാത്യ വിദ്യാഭ്യാസം കൊണ്ടുവന്നത്, പാശ്ചാത്യ ആശയങ്ങൾ കൊണ്ടുവന്നത്, അതുപോലെ തന്നെ പാശ്ചാത്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ നടപ്പിലാക്കിയത്, ഇതൊക്കെയായിരുന്നു അക്കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ഈ റൂമറുകളെ വിശ്വസിക്കാൻ പ്രേരിപ്പിച്ച ഒരു ഘടകമെന്ന് പറയുന്നത്. അവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നിർമ്മിച്ചതായി ഓർക്കേണ്ടതുണ്ട്. വെസ്റ്റേൺ സയൻസ്, സ്വതന്ത്ര കലകൾ അവർ ഇന്ത്യയിൽ നടപ്പിലാക്കി. ഇതെല്ലാം ജനങ്ങളെ വല്ലാതെ സംശയം ഉളവാക്കി എന്നതാണ്. ദെൻ അവര് സതി എന്ന് പറയുന്ന സമ്പ്രദായം, ഇന്ത്യക്കാർ ആചരിച്ച് വന്ന ഒരു ആചാരമായിരുന്ന സതിയെ നിയമം മൂലം തന്നെ നിഷ്കാസന അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്തു. അതുപോലെ തന്നെ ദേ അലൗഡ് ദ റീമാരേജ് ഓഫ് ഹിന്ദു വിഡോസ്. ഹിന്ദുക്കളായ വിധവകളെ പുനർവിവാഹം ചെയ്യുവാനായിട്ട് അവർ അനുവാദം കൊടുത്തു. ഇതൊക്കെ ജനങ്ങളെ വല്ലാതെ ഈ പറയുന്ന റൂമറുകളിൽ, കിംവദന്തികളിലൊക്കെ വിശ്വസിപ്പിക്കാൻ പ്രേരിപ്പിച്ചു എന്നാണ്. മാത്രമല്ല ജനങ്ങൾക്ക് ഈ ബ്രിട്ടീഷുകാരുടെ വലിയ തോതിലുള്ള അമർഷമുണ്ടായിരുന്നു. അതെപ്പോഴാ? ഝാൻസിയും ഔദും സറ്റാറയും ഒക്കെ തന്നെ ഒരു കാരണവുമില്ലാതെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനോടൊപ്പം കൂട്ടിച്ചേർത്തത്. നിങ്ങൾ ഈ എന്തുകൊണ്ട് ജനങ്ങൾ കിംവദന്തിയിൽ വിശ്വസിച്ചു എന്ന് പഠിക്കുമ്പോൾ ഇവയെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അതുപോലെ തന്നെയായിരുന്നു ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പുതിയ ഭരണക്രമവും പുതിയ നിയമങ്ങളും, അതുപോലെ തന്നെ നികുതി കളക്ട് ചെയ്യാനായിട്ട് അവർ ഏർപ്പെടുത്തിയിട്ടുള്ള ചില നടപടികളും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഓർക്കേണ്ടതാണ്. അതിനോടൊപ്പമാണ് ഇത്തരം റൂമറുകളിൽ വിശ്വസിപ്പിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു അക്കാലഘട്ടത്തിലെ ക്രിസ്തീയ മിഷണറിമാരുടെ പ്രവർത്തനം എന്നുകൂടി ഓർക്കുമ്പോൾ നമ്മൾ ജനങ്ങൾ എന്തുകൊണ്ട് റൂമറുകളിൽ വിശ്വസിച്ചു എന്ന മേഖല പൂർണ്ണമായും നിങ്ങളുടെ മനസ്സിലുണ്ടാകും. മാത്രമല്ല 1857 വിപ്ലവത്തെക്കുറിച്ച് ജനങ്ങളിലും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യക്കാരിലും ബ്രിട്ടീഷുകാരിലും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഉളവാക്കുവാൻ അക്കാലഘട്ടത്തിൽ ഇമേജുകൾക്ക്, ചിത്രീകരണങ്ങൾക്ക് ഒരു വലിയ സ്വാധീനം ചെലുത്തിയതായി നിങ്ങൾക്ക് ക്ലാസ്സുകളിലൂടെ മനസ്സിലായിട്ടുണ്ടാകും. ആ ചിത്രങ്ങളെയും നിങ്ങളുടെ മനസ്സിൽ കാണണം. ഏതൊക്കെയായിരുന്നു അത്? തോമസ് ജോൺസ് ബാർക്കർ, ഇല്ലേ? അദ്ദേഹം വരച്ച ചിത്രത്തിന്റെ പേരെന്തായിരുന്നു? റിലീഫ് ഓഫ് ലക്നൌ. മറ്റു ചില ചിത്രങ്ങളുടെ പേര് കൂടി ടീച്ചർ പറഞ്ഞു തരും, നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇൻ മെമ്മോറിയം. അതാരായിരുന്നു വരച്ചത്? ജോസഫ് നോയൽ പാറ്റേൺ എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനായിരുന്നു, അല്ലെ? മറ്റൊന്നായിരുന്നു മിസ് വീലേഴ്സ് പെയിന്റിംഗ്. യെസ്, ആ മിസ് വീലർ പെയിന്റിംഗ് എന്ന് പറയുന്നത്, അതില് ഈ മിസ് വീലർ എന്ന് പറയുന്ന സ്ത്രീ ഷീ ഫോട്ട് അഗെയിൻസ്റ്റ് ദ ശിപ്പായിസ് അറ്റ് കാൺപൂരിലെ ശിപ്പായികളോട് ധൈര്യപൂർവ്വം നേരിടുന്ന ഒരു സ്ത്രീയായി മിസ് വീലറെ ചിത്രീകരിക്കുന്നുണ്ട്. മറ്റൊന്ന് ജസ്റ്റിസ്. അടുത്തത് നമ്മുടെ ദ ബ്രിട്ടീഷ് ലയൺസ് വെഞ്ചൻസ് ഓൺ ദ ബംഗാൾ ടൈഗർ, അല്ലെ? പഞ്ച് എന്ന് പറയുന്ന ബ്രിട്ടീഷ് മാസികയിൽ പ്രസിദ്ധീകരിച്ച ജസ്റ്റിസിനെയും ഈ രണ്ട് ചിത്രങ്ങളുടെയും നിങ്ങൾ ഓർത്തു വെച്ചേക്കണം. അതുപോലെ തന്നെ ദ ഇമേജസ് ഓഫ് എക്സിക്യൂഷൻസ്, ആ കാലഘട്ടത്തിൽ ഈ വധശിക്ഷ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു, അവയെ ഓർത്തു വെക്കേണ്ടതുണ്ട്. ദെൻ കാനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം. അന്നത്തെ കാനിങ് പ്രഭു ബ്രിട്ടീഷുകാരോട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുന്നുണ്ട്, ഈ കലാപകാരികളോട് ഒരു ചെറിയ മെഴ്സി നിങ്ങളൊന്ന് കാണിക്കൂ, അവരുടെ പ്രതികരണങ്ങൾ നമുക്ക് അനുകൂലമായി മാറാമെന്ന്. പക്ഷെ അദ്ദേഹത്തെ കളിയാക്കി. അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കേണ്ടതാണ് റാണി ഓഫ് ഝാൻസിയെ എങ്ങനെയാണ് നമ്മൾ ചിത്രീകരിക്കുന്നത്? പൗരുഷത്തിന്റെ പ്രതീകമായി എപ്പോഴും നമ്മൾ കേൾക്കുമില്ലയോ? അപ്പൊ ആ കാര്യങ്ങൾ 1857 ഇമേജുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്.
നമുക്ക് റബൽസാൻ രാജ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ മറ്റൊരു മേഖലയിൽ നമ്മുടെ രാഷ്ട്രപിതാവിനെ കുറിച്ച് പറയുന്ന ഭാഗമുണ്ട്. അത് നമുക്ക് വളരെ പ്രാധാന്യത്തോടുകൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ടീച്ചർ അതിനെ സംബന്ധിച്ച് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കും. And next theme 12, Mahatma Gandhi and the nationalist movement, the civil disobedience and beyond. Mahatma Gandhi ദേശീയവാദ പ്രസ്ഥാനം, സിവിൽ നിയമലംഘനവും അതിനപ്പുറവും. The early struggles of Mahatma Gandhi. South Africa was the making of Mahatma. He first practiced satyagraha there and it succeeded. Then comes the inauguration of Banaras Hindu University. Gandhi made his first public appearance where he mentioned in his speech the absence of the millions of the poor. His early satyagraha campaigns were, in 1917, the Champaran Satyagraha. He won the security of tenure and freedom to cultivate. Next satyagraha is in 1918 at Ahmedabad, where he won better working conditions for the textile mill workers. In 1918, Keda Satyagraha he won the remission of tax for the people. ഗാന്ധിജിയുടെ മഹാത്മ എന്നതിലേക്കുള്ള വളർച്ച സൗത്ത് ആഫ്രിക്കയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗാന്ധിജിയെ എന്ന വ്യക്തിത്വം രൂപപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ സൗത്ത് ആഫ്രിക്കയിലെ പ്രവർത്തനമാണ്. ആദ്യം സത്യാഗ്രഹം അവിടെയാണ് അദ്ദേഹം പരീക്ഷിച്ചത്. പിന്നീട് നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ ആദ്യത്തെ അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സമ്മേളനമായിരുന്നു ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന വേദി. അവിടെ അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നു, അവിടെ ഇല്ലാതെ പോയ അനേക പാവങ്ങളെ പറ്റി അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഗാന്ധിജിയുടെ 3 സത്യാഗ്രഹ പരീക്ഷണങ്ങൾ: ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് സത്യാഗ്രഹം, കേഡ സത്യാഗ്രഹം. During the First World War 1914 to 1918, as per the recommendations of Justice Sidney Rowlatt, British instituted censorship of press and Rowlatt Act. What is Rowlatt Act? Detention without trial. Gandhi made a call for a countrywide campaign of ban against the Rowlatt Act. Life come to a standstill. Shops closed down. Intense protests in Punjab. Gandhian leaders arrested. Got a very climax where in Jallianwala Bagh massacre of April 1919, where British opened fire on a meeting which killed 400 people. Gandhi joined the Khilafat movement, which worked for the restoration of caliphate. Gandhi thought of Hindu-Muslim unity. Gandhi's campaign of non-cooperation. What is non-cooperation? The renunciation of association with British. The response of the people. The boycott of schools and colleges, courts and tax payments. Workers' strike. There were 396 strikes and 6 lakh workers participated. Tribes of Andhra violated forest laws. Farmers of Awadh did not pay tax. Peasants of Kumaon refused to carry lots. And finally, the Chowri Chowra incident. This attack happened in 1922, where the mob attacked and burned police station, killing many policemen in Uttar Pradesh. Gandhi called off non-cooperation movement by citing that he cannot justify the brutal murder. It upholds self-rule, self-discipline. It shook the foundation of the British Raj. Louis Fisher says, epoch in the life of India and Gandhi. It was peaceful, positive. Jesse Broomfield, who sentenced him for 6 years. He is a different person, great patriot, leader, man of high ideals and saintly life. British certification for Gandhi. Champaran, Ahmedabad, Keda സത്യാഗ്രഹങ്ങൾ. ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് പത്ര സെൻസർഷിപ്പ്, റൗലറ്റ് നിയമം എന്നിവ പാസാക്കി. വിചാരണ കൂടാതെ തടവിലാക്കുക എന്ന റൗലറ്റ് നിയമം. ഇതിന്റെ പ്രതിഷേധ പ്രവർത്തനങ്ങൾ അവസാനം എത്തിച്ചേർത്ത് ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയിലാണ്. ഗാന്ധി ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങിവെച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തെ ഉറപ്പുവരുത്താൻ നിസ്സഹകരണ പ്രസ്ഥാനം അദ്ദേഹം ആഹ്വാനം ചെയ്തു. സ്വമേധയാ വിട്ടുനിൽക്കൽ, അതായിരുന്നു അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ജനങ്ങളുടെ പ്രതികരണം നമുക്ക് കാണാൻ സാധിക്കും. ബഹിഷ്കരണം 396 പണിമുടക്കുകളാണ് അന്ന് റിപ്പോർട്ട് ചെയ്തത്. അവസാനം ആക്രമണങ്ങളിൽ ഏറ്റവും നിഷ്ഠുരമായത് ചൌരി ചൌര. ഈ സംഭവത്തോടുകൂടി ഗാന്ധിജി ഈ പ്രസ്ഥാനം പിൻവലിച്ചു. മനുഷ്യരെ കൊലപ്പെടുത്തി ന്യായീകരിക്കാനാകില്ല എന്ന് പറഞ്ഞു. Next up is Gandhi's as a people's leader. He converted international movement into a popular movement. The peasants, the workers and artisans referred him as Mahatma, Gandhi Baba, Gandhi Maharaja. He identified with them, dressed like them, lived like them and spoke like them. He worked on Chirka to break the boundaries of caste system.
Shahid Amin, he says that he brought to light the image of Gandhi in the peasants. Media reports say that crowds numbering 10,000 to 20,000 welcoming crowds accepted Gandhi. They expressed their love by donations. And there were many rumors spread about his miraculous powers. He was sent by king to redress the grievance of farmers. That's one. Another one is he has the power to overrule British officers. He is superior to British king. And you'll face dire consequences if we oppose him, like houses falling apart and crop failure. He was a savior, certified as a savior of peasants, saving from high taxes. He saved them from officers. Empathy to poor and peasants made him appealing. He understood and related to them. His mass appeal is genuine. His careful organization of nationalism was a great success. Example, new branches of Congress, Praja Mandals. He stressed communication in mother tongue. Provincial committees based on language. He has followers from different regions and religions. Many talented people, businessmen, entrepreneurs, and industrialists supported him. His work as a social reformer, Khadi, he worked for the prohibition of social evils like child marriage and untouchability, stressed tolerance, Hindu-Muslim unity, and emphasized economic self-reliance. ഗാന്ധിജി ജനങ്ങളുടെ നേതാവ്, ബഹുജന പ്രക്ഷോഭമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ മാറ്റി. മഹാത്മാ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. ജനങ്ങളിൽ ഒരാളായി അവരെപ്പോലെ ജീവിച്ച വ്യക്തിത്വം. ചർക്കയിലൂടെ ജാതി വ്യവസ്ഥയ്ക്കെതിരെ പ്രവർത്തിച്ചു. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ജനക്കൂട്ടം എവിടെ ചെന്നാലും അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു. അദ്ദേഹത്തിന്റെ മായിക ശക്തിയിൽ ജനങ്ങൾ ഭയക്കാൻ തുടങ്ങി. ഗാന്ധി ബാബ, ഗാന്ധി മഹാരാജ് എന്നൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. രക്ഷകനായി അനേകർ കരുതി. പാവങ്ങൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് രക്ഷിക്കുന്ന വ്യക്തിത്വമായ അദ്ദേഹം അവരുമായി താതാത്മ്യം പ്രാപിച്ചു, ഇഴുകിച്ചേർന്നു. അദ്ദേഹത്തിന്റെ ജനസമിതി സംശയാതീതമായിരുന്നു. ദേശീയതയുടെ കൃത്യമായ ആസൂത്രണം അദ്ദേഹം നടത്തി. ഉദാഹരണം, കോൺഗ്രസ് ശാഖകൾ, പ്രജാമണ്ഡലങ്ങൾ. മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകി. അനുയായികളിൽ പ്രതിഭകളും സമ്പന്നരും ഉൾപ്പെടുന്നു. സാമൂഹ്യ പരിഷ്കർത്താവെന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഖാദി, സാമൂഹ്യ തിന്മ, സഹിഷ്ണുത, സാമ്പത്തിക സ്വയം പര്യാപ്തത എന്നിവയെ അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. റോൾ ഓഫ് ഗാന്ധി ഇൻ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, സോൾട്ട് സത്യാഗ്രഹ. Simon Commission in 1928, an all-white commission to inquire into the conditions of the colony. It's an all-India campaign against the commission. Next is Bardoli Satyagraha of 1928. Next comes the Lahore Congress in 1929, where Gandhi recommended Jawaharlal Nehru as the elected president. Gandhi worked for the leadership too young. Pune Swaraj resolution or complete independence. And Gandhi gave clear directions for celebrating the independence on 26 January 1930. Independence Day celebration, we can see the hoisting of national flags, singing of patriotic songs, beating drums to announcing the time of celebration, and the rest of the day doing constructive work like spinning, service of untouchables, reunion of Hindus and Muslims, and prohibition work. And finally, they have to take a pledge affirming the right to freedom. Next topic is Dandi March. To break the salt law, Gandhi conducted it. Taking salt as an issue is his practical wisdom. British made salt making a state monopoly. Salt is unavoidable, as you all know, to Indian houses. So Gandhi used it against the British. British did not understand its importance. Gandhi gave an advance notice to Viceroy Irwin. On 12 March in 1930, he marched from Sabarmati Ashram to Dandi, and he reached there after 3 weeks and violated the salt law. Number of salt marches were conducted in different parts of the country. Other protests inspired by Gandhi: forest laws broke by the peasants, strike of factory workers, boycotting of courts and educational institutions. Do you know what is the response of the government? Dissenters were detained. 60,000 people, including Gandhi, were arrested. And secret reports of the police say that Gandhi, in his speech, he wanted officers to quit government jobs. The upper castes of Vasna were asked to rectify the wrongs done to untouchables. Being united is the immediate step to Swaraj. His meetings were well attended by men and women of all castes.
volunteers flocked to freedom movement. Supinder Police comments that Gandhi is gathering more strength. Media reports in the Time magazine of the United States, they made fun of Gandhi's looks like spindle frame, spidery lines, etc. They doubt March won't reach its destination and said he is not fit or strong to complete the march. After 1 week, they reported the rulers were desperately anxious and saluted Gandhi as saint and statesman. Importance. This campaigns brought him to world attention. Large-scale participation of women. Kamala Devi Chattopadhyay arrested for breaking salt and liquor laws. Made British realize that British Raj won't last long. Thought of transfer of power. Civil നിയമലംഘന പ്രസ്ഥാനം. സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിക്കുന്നു 1928. ബാർദോലി സത്യാഗ്രഹം. ലാഹോർ കോൺഗ്രസിൽ തീരുമാനമെടുക്കുന്നു 1929 സ്വാതന്ത്ര്യാഘോഷങ്ങൾക്കായി 26 ജനുവരി 1930 സ്വാതന്ത്ര്യാഘോഷങ്ങൾ നടത്തപ്പെടുന്നു. ഗാന്ധിജിയുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആഘോഷങ്ങൾ നടത്തപ്പെട്ടു. 1930 മാർച്ച് 12 ഡണ്ടി മാർച്ച് നടത്തപ്പെട്ടു. അവിടെ വെച്ച് ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചു. അനേകം ഉപ്പ് സമര യാത്രകൾ രാജ്യമെങ്ങും സംഘടിപ്പിക്കപ്പെട്ടു. വനനിയമങ്ങൾ ലംഘിക്കപ്പെട്ടു. തൊഴിലാളികൾ പണിമുടക്കുന്നു. ബഹിഷ്കരണം നടക്കുന്നു. പോലീസിന്റെ രഹസ്യ റിപ്പോർട്ടിൽ ഗാന്ധിജി ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോട് ജോലി വിട്ട് സ്വാതന്ത്ര്യസമരത്തിലേക്ക് ചേരാൻ ആവശ്യപ്പെടുന്നു. ഉയർന്ന ജാതിക്കാർ എത്രയും പെട്ടെന്ന് തങ്ങൾ പിന്നോക്ക വിഭാഗക്കാരോട് ചെയ്ത തെറ്റിന് പരിഹാരം കണ്ടെത്താൻ ആവശ്യപ്പെടുന്നു. സ്വരാജ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം പൂർണ്ണമായും അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ ആവശ്യപ്പെടുന്നു. ഐക്യത ഉറപ്പുവരുത്തുന്നു. മാധ്യമ റിപ്പോർട്ടുകൾ കാണിക്കുന്നു ഗാന്ധിജി കൂടുതൽ ശക്തനായി എന്ന് പറയുന്നു. ഒരു പുതിയ യുഗത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചു. Next is the dialogues, the roundtable conferences. First roundtable conference in 1930 in London. No Indian leaders participated. Next is the Gandhi-Irwin Pact of 1931. Called the civil disobedience movement, releasing prisoners, salt manufacture was allowed, but Gandhi could not won the political independence, as critics say. Second roundtable conference in 1931 held at London. All India representation of Congress was challenged by Muslim League princes and Dr. B.R. Ambedkar. It's a failure. Gandhi restarted civil disobedience movement. Next comes 1935 Government of India Act. It gave the assurance of representative government. 1938 elections. Congress won the majority, 8 out of 11. Congress Prime Minister under the supervision of British governor. Second World War. In 1939, British gave assurance of freedom after war. Even so, Indian supported British, but the offer was refused and Congress ministries resigned. Individual satyagrahas for freedom were conducted. 1940 resolution of Muslim League for autonomy of the Muslim majority provinces. Winston Churchill's declaration that I do not want to liquidate British Empire. Cripps Mission 1942 under Sir Stafford Cripps. It's a failure due to Congress' demand of appointing an Indian as defense minister in Viceroy's Executive Council. Congress and League did not agree on federal government and provincial autonomy. സംവാദങ്ങൾക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വട്ടമേശ സമ്മേളനങ്ങളാണ്. പിന്നീട് ഗാന്ധി ഇർവിൻ സന്ധി, ഇന്ത്യ ഗവൺമെന്റ് നിയമം 1935, പ്രാതിനിധ്യ സർക്കാർ എന്നുള്ള വാഗ്ദാനം, 1938 തിരഞ്ഞെടുപ്പ് കോൺഗ്രസിന് ഭൂരിപക്ഷം, രണ്ടാം ലോകമഹായുദ്ധത്തിൽ സ്വാതന്ത്ര്യ വാഗ്ദാനം, വ്യക്തിസത്യാഗ്രഹങ്ങൾ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, മുസ്ലിം ലീഗിന്റെ പ്രമേയം, സ്വയംഭരണം, വിൻസ്റ്റൺ ചർച്ചിലിന്റെ പ്രഖ്യാപനം, ക്രിപ്സ് മിഷൻ 1942 ഒരു ഭാരതീയനെ പ്രതിരോധ അംഗമായി നിയമിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള. Quit India movement of 1942 is the next one. It is a third major movement due to the failure of Cripps Mission. British were asked to quit India. What is the response of the people? Strikes, sabotage, underground resistance of Jayaprakash Narayan and independent governments in Satara and Medinipur. Really, mass movement, it energized young and they were ready to get arrested. The government responded very brutally. British took a year to suppress the rebellion. Gandhi and major leaders were jailed. Do you know what Jinnah did? Jinnah tried to expand their influence and made its mark in Punjab and Sindh. Gandhi was released in 1944 and he held a series of talks with Muhammad Ali Jinnah. 1945, Labour government came to power and decided to grant independence to India. Viceroy Wevel's effort for Congress League talk.
1946 elections, where Congress won the majority. League won majority in Muslim reserved seats. Then comes the cabinet mission of 1946. It's a failure as Congress and League differed on federal system. Next, the brutal thing of the Direct Action Day for Pakistan by Muhammad Ali Jinnah, decided to celebrate 16th August 1946. Riots in Calcutta, Bengal, Bihar, Punjab and United Province. Both Muslims and Hindus suffered. 1947 Mountbatten Plan, the last round of talks. It also ended inconclusive. He suddenly declared independence and partition. Gandhi made great efforts to pacify people and fought a lifelong battle for a free and unified India. He was shot dead by Nathuram Godse on 30th January 1948. Quit India പ്രസ്ഥാനം, ജനങ്ങളുടെ പ്രതികരണം, പണിമുടക്കും അട്ടിമറി പ്രവർത്തനങ്ങളും ഒളിപ്പോരാട്ടവും സ്വതന്ത്ര സർക്കാരുകൾ പ്രഖ്യാപനവും ഇതൊരു ബഹുജന പ്രക്ഷോഭമായി മാറി. ഗവൺമെന്റ് വളരെ ശക്തമായി അടിച്ചമർത്തി ഏകദേശം ഒരു വർഷം എടുത്തു ഇത് പൂർണ്ണമായും അടിച്ചമർത്താൻ, നിയന്ത്രിച്ചു നിർത്താൻ. ഈ സമയത്ത് ജിന്ന മുസ്ലിം ലീഗിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു. ഗാന്ധി ജയിലിൽ മോചിതനായ ശേഷം തുടർച്ചയായ സംവാദങ്ങൾക്ക് തുടക്കമിട്ടു. തൊഴിലാളി സർക്കാർ അധികാരത്തിൽ വന്നു. വൈസ്രോയ് വെയ്വൽഡെ ശ്രമം, 1946 തെരഞ്ഞെടുപ്പ്. പിന്നീട് ക്യാബിനറ്റ് വിഷൻ വരുന്നു 1946. പാകിസ്ഥാനു വേണ്ടി പ്രത്യക്ഷ പ്രവർത്തന ദിനം. മൗണ്ട്ബാറ്റൻ അവസാനവട്ട ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു. അതും ഒരു ധാരണയിൽ എത്തിച്ചേർന്നില്ല. അവസാനം പെട്ടെന്ന് തന്നെ അദ്ദേഹം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഇന്ത്യ വിഭജിക്കപ്പെട്ടു. 1948 ഗാന്ധിജി നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് മരണമടഞ്ഞു. The Quit India movement of 1942, the response of the people, strike, sabotage and underground resistance, independence government as mass movement. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ്. നമ്മൾ ഇതുവരെ കേട്ട തീമുകൾ തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഈ 3 ടെക്സ്റ്റുകളുടെ കണ്ടന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെയിൻ തീമുകളായിരുന്നു നമ്മൾ പരിചയപ്പെടുത്തിയത്. ഇനി നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിന്റെ ഒരു സപ്ലിമെന്ററി ടെസ്റ്റ് കൂടിയുണ്ടല്ലോ. ഏതായിരുന്നു അത്? ദ സെലക്ടഡ് തീംസ് ഇൻ കേരള ഹിസ്റ്ററി അല്ലേ? ആ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട കേരള ടുവേഴ്സ് മോഡേണിറ്റി എന്ന് പറയുന്ന തീമെ നമുക്ക് കൂടുതൽ വിശദമായി ഒന്ന് മനസ്സിലാക്കാം. അത് നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടുന്നത് ദ ഏർലി റെസിസ്റ്റൻസ്, കേരളത്തിനെ ആധുനികവൽക്കരണത്തിലേക്ക് നയിച്ച ദ ഏർലി റെസിസ്റ്റൻസ്, ദെൻ സോഷ്യൽ റിഫോം, ദെൻ സ്ട്രഗിൾ ഫോർ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി. കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയായിരുന്നു, അവയ്ക്ക് നേതൃത്വം കൊടുത്തവ ആരെല്ലാം, അതുപോലെ തന്നെ ഒരു ജനാധിപത്യ സമൂഹത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളെയും കുറിച്ചിട്ടാണ് നമ്മൾ 3 മേഖലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കേരള ടുവേഴ്സ് മോഡേണിറ്റി എന്ന തീമിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്. നമുക്ക് ഏർലി റെസിസ്റ്റൻസ് ആയിട്ട് ഏതൊക്കെ ഉണ്ടായിരുന്നു? യെസ്, നമ്മൾ പഴശ്ശേരി റിവോൾട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കുറിച്യ റിവോൾട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, മാപ്പിള പെസൻസ് ഔട്ട്ബ്രേക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇല്ലേ? ഇവയെല്ലാം ഏത് ഭാഗത്തായിരുന്നു? കേരളത്തിനെ അന്ന് ട്രാവൻകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെയായിരുന്നല്ലോ വിഭജിച്ചിരുന്നത്. അതിൽ പഴശ്ശിയും കുറിച്യ കലാപവും മാപ്പിള അപ്രൈസിംഗും ഒക്കെ തന്നെ മലബാറുമായി ബന്ധപ്പെട്ടായിരുന്നു. എന്നാൽ വേലുത്തമ്പി ദളവയെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ട്രാവൻകൂറുമായി ബന്ധപ്പെട്ടുള്ള ഏർലി റെസിസ്റ്റൻസിന്, ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ഹീറോയായിരുന്നു. ആൻഡ് ആൾസോ ഇൻ കൊച്ചി പാലിയത്തച്ഛൻ. അപ്പൊ ഇവരെ കുറിച്ചുള്ള ഒരു കൃത്യമായ അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നമുക്ക് പഴശ്ശി റിവോൾട്ടിനെ കുറിച്ച് വ്യക്തമായി പറയുവാനുള്ള ഒരു കാര്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം നിങ്ങൾ ആ ക്ലാസ്സിലൂടെ കേട്ടതാണ്. അപ്പൊ കേരളവർമ്മ പഴശ്ശി രാജാവായിരുന്നു പഴശ്ശി റിവോൾട്ടിന്റെ നേതാവെന്നും ആ പഴശ്ശി കലാപത്തിന് 2 ഫേസുകൾ ഉണ്ടായിരുന്നു എന്നും അതിൽ ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് തീർത്തും മിസ്റ്റേക്കൺ റവന്യൂ പോളിസിയുടെ ഭാഗമായിട്ടാണ് ഉണ്ടായത് എന്നതും അതിൽ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടുന്നതെന്നാണ് ടിപ്പു സുൽത്താനുമായി അല്ലെങ്കിൽ മൈസൂർ റൂളേഴ്സുമായി ഉണ്ടാക്കിയ ഒരു എഗ്രിമെന്റ്, ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ശ്രീരംഗപട്ടണം ഉടമ്പടി. ദെൻ വീരവർമ്മ ഓഫ് കുറുമ്പ്രനാട്, പഴശ്ശിക്ക് പകരം ആ പ്രദേശത്തിന്റെ റവന്യൂ കളക്ഷന് അധികാരം കൊടുത്ത വീരവർമ്മയെക്കുറിച്ച് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ദെൻ പഴശ്ശിയുടെ സൈനിക വിഭാഗത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നത്, മാപ്പിളാസും നായാഴ്സും. ദെൻ ദ ട്രൈബൽ പീപ്പിൾ ആരൊക്കെയായിരുന്നു അവർ? കുറിച്യരും കുറുമ്പരും. അപ്പൊ ഇവരെല്ലാം അടങ്ങുന്ന പഴശ്ശിയുടെ സൈന്യത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. സെക്കൻഡ് ഫേസ്, അതായത് ഫസ്റ്റ് ഫേസ് ബ്രിട്ടീഷുകാരുമായി ഒരു കോംപ്രമൈസിൽ തീർന്നുവെങ്കിലും സെക്കൻഡ് ഫേസിലായിരുന്നു പഴശ്ശി കലാപത്തിന്റെ ഒരു വിധി നിർണായകമായ സംഭവങ്ങൾ ഉണ്ടായത്. അത് 1800 സെക്കൻഡ് ഫേസ് ആരംഭിക്കുന്നത് അല്ലേ? കുറിച്യരും കുറുമ്പരും ഒപ്പം തന്നെ നമ്മുടെ ഈ പറയുന്ന വയനാട്ടിലെ ഈ ഗോത്രവർഗ വിഭാഗക്കാർ അവർ ചേർന്നിട്ടുള്ള രാജാവിന്റെ പഴശ്ശിരാജയുടെ സൈന്യം, അന്നത്തെ സബ് കളക്ടറായിട്ടിരുന്ന തോമസ് ഹാർവി ബേബറിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും.
അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോൾക്കാട്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം പുൽപ്പള്ളിയിൽ വെച്ച് നേരിടുന്ന ഒരു സംഭവം നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഒടുവിൽ മാവിലത്തോട് എന്ന് പറയുന്ന സ്ഥലം, എന്താ മാവിലത്തോടിന്റെ പ്രത്യേകത? യെസ്, അത് വയനാട്ടിലായിരുന്നു. അവിടെ വെച്ചിട്ടാണ് 1805 നവംബർ മാസം 30 പഴശ്ശിരാജാവിനെ ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തുന്നത്. അപ്പം പഴശ്ശി കലാപത്തെക്കുറിച്ച് ഓർക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ അന്നത്തെ ഏർലി റെസിസ്റ്റൻസ് ആയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ കുറിച്ചിയറും മാപ്പിള ഔട്ട്ബ്രേക്സിനെയും വേലുത്തമ്പിതളവയെയും പാലിയത്തച്ഛനെയും ഒക്കെ തന്നെ ഇതേപോലെ നിങ്ങൾ വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കാലഘട്ടത്തിലെ സോഷ്യൽ റിഫോംസ് അതിന് നേതൃത്വം കൊടുത്തവരെയും നമുക്ക് ഈ പാഠഭാഗത്ത് നിന്ന് അറിയേണ്ടുന്നതാണ്. അതിൽ വൈകുണ്ഠസ്വാമികളും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളെയും അയ്യൻകാളിയെയും വക്കം അബ്ദുൾ ഖാദർ മൗലവിയെക്കുറിച്ചും ഒക്കെ നമുക്ക് ഈ പാഠഭാഗത്തിന്റെ ഉള്ളടക്കത്തിൽ നിങ്ങൾ ആ ക്ലാസുകൾ കേട്ടിട്ടുണ്ടാകും, അവരെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാക്പടാനന്ദയെയും മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയെക്കുറിച്ചും ദെൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എഴുതിയ ആരാ? VT ഭട്ടതിരിപ്പാട് അല്ലേ? അപ്പൊ അദ്ദേഹത്തെക്കുറിച്ചും സോഷ്യൽ റിഫോം മൂവ്മെന്റ്സുമായി ബന്ധപ്പെട്ട് ഈ വ്യക്തികളെയും അവരുടെ കോൺട്രിബ്യൂഷനും അവരുടെ പബ്ലിക്കേഷൻസും നിങ്ങൾ മസ്റ്റായും അറിഞ്ഞിരിക്കണം. ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയുടെ വേണ്ടിയുള്ള കേരളത്തിന്റെ സ്ട്രഗിൾസ്, ദ സ്ട്രഗിൾ ഫോർ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി എന്ന മേഖല നിങ്ങൾ ഊന്നൽ നൽകി പഠിക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് ഓർക്കേണ്ടുന്നവ ഏതൊക്കെയാ? ചാന്നാർ അജിറ്റേഷൻ, യെസ്, ചാന്നാർ ലഹള, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, അതുപോലെ തന്നെ മിറക്കിൾ ഓഫ് മോഡേൺ ടൈംസ് എന്നറിയപ്പെട്ടത് ഏതായിരുന്നു? ക്ലാസ് കേട്ട നിങ്ങൾക്കത് ഓർമ്മ വരും. അതെ, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. അതുപോലെ തന്നെ പാലിയം സത്യാഗ്രഹ, അന്നത്തെ കയ്യൂരിലും പുന്നപ്രയിലും വയലാറിലും ഉണ്ടായ ഔട്ട്ബ്രേക്കുകൾ ഏതിന്റെ ഭാഗമായിട്ടാണ്? ദ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ടായ. അപ്പൊ ഈ മേഖലകളായിരിക്കണം നിങ്ങൾ ഡെമോക്രാറ്റിക് സൊസൈറ്റിയിലേക്ക് കേരളം വന്നു ചേർന്ന സ്ട്രഗിൾസ് എന്ന നിലയിൽ ഓർക്കേണ്ടതാണ്. നോക്കൂ, നമ്മൾ എത്ര തീമിനെ കുറിച്ചാണ് ഈ ഫോക്കസ് മേഖലയിൽ പരാമർശിച്ചത്? പ്രധാനമായും 8 തീമുകളെ നമ്മൾ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിചയപ്പെട്ടു. ഞാനും ടീച്ചറും നിങ്ങളെ പരിചയപ്പെടുത്തിയ ഉള്ളടക്കങ്ങളെല്ലാം നിങ്ങൾക്ക് ബോധ്യമാകും ഇല്ലേ? ഇനി നമുക്ക് എങ്ങനെയാ പരീക്ഷയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത്? നമ്മൾ ഈ പറഞ്ഞ നിങ്ങളോട് ഞങ്ങൾ ഇതുവരെ സംസാരിച്ച മേഖലകളിൽ നിന്ന് നിങ്ങൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. അത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടും, ഒപ്പം തന്നെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടും, പിന്നെ നമുക്ക് ഷോർട്ട് ആൻസർ, ദെൻ ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾക്ക് ഈ മേഖലകളിൽ പഠിച്ചു പോകുമ്പോഴുണ്ടാവുന്ന ഏത് ഒബ്ജക്റ്റീവ്സിനെയും അതെല്ലാം നിങ്ങളുടെ മനസ്സിൽ നന്നായി പതിപ്പിച്ച് വേണം പരീക്ഷാ ഹാളിലേക്ക് നിങ്ങൾ പോകാൻ. അവിടെ ചെല്ലുമ്പോഴോ നമുക്ക് എത്ര നേരം, നമുക്ക് കൂൾ ഓഫ് ടൈം ഉണ്ട് അല്ലേ? എന്തിനാ കൂൾ ഓഫ് ടൈം? നമ്മുടെ ചോദ്യപേപ്പറിനെ നന്നായി വായിച്ച് മനസ്സിലാക്കുന്നതിനും അവയുടെ ഉള്ളടക്കത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും എളുപ്പമുള്ളതും നമുക്ക് പെട്ടെന്ന് എഴുതി സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റാവുന്ന ക്വസ്റ്റ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യാനാണ്. നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതാണ്, ചോദ്യത്തെ നന്നായി നിങ്ങളെ സഹായി വായിച്ച് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരും. അപ്പോൾ നിങ്ങൾ അറിയാവുന്ന ചോദ്യങ്ങൾക്ക് ഒരു ടിക്ക് മാർക്ക് ഇടാൻ പറയുക. ആ ടിക്ക് മാർക്ക് ഇട്ടതിന് ശേഷം എല്ലാ ചോദ്യവും വായിച്ച് നിങ്ങൾ കേൾക്കുമല്ലോ. കേൾപ്പിച്ചതിന് ശേഷം ആ ടിക്ക് മാർക്ക് ഇട്ട ചോദ്യങ്ങളുടെ ടോട്ടൽ സ്കോർ ഒന്ന് ആഡ് ചെയ്യാൻ പറയണം. അതൊന്ന് കൂട്ടി നോക്കാൻ പറയുക. അപ്പോഴോ നമുക്ക് ഏറ്റവും മാക്സിമം സ്കോർ എത്രയാ? 80 ആണ്. ആ 80 സ്കോറിന് നിങ്ങൾ ഈ പറയുന്ന ടിക്ക് മാർക്ക് ഇട്ട ക്വസ്റ്റ്യൻസിലൂടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ചിലപ്പോൾ അത് എക്സസ് ആവാം, കാര്യം ഇപ്രാവശ്യം നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ രണ്ടാമത്തെ ഒരു വായന കൂടി വായിക്കാൻ പറയുക. ഈ ടിക്ക് മാർക്ക് ഇട്ട ചോദ്യങ്ങൾ മാത്രം വായിച്ചിട്ട് അവയിലും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ കഴിയുന്ന ചോദ്യങ്ങളെ ഒന്നുകൂടി എന്ത് ചെയ്യുക, ഒന്ന് സോർട്ട് ചെയ്യണം, ഒന്ന് തരംതിരിക്കണം. അങ്ങനെ ഫിൽറ്റർ ചെയ്ത് ആ തീമുകളിൽ ആ ചോദ്യങ്ങളുടെ സ്കോർ ആഡ് ചെയ്ത് മാക്സിമം നിങ്ങൾ 80 സ്കോർ അച്ചീവ് ചെയ്യത്തക്ക തരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ കൂൾ ഓഫ് ടൈമിൽ എടുത്തു വെച്ചതിന് ശേഷമായിരിക്കണം പരീക്ഷാ ടൈമിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറാകുവാൻ. Talking about exam, there existed a time when examiners were looking for chances to deduce marks after evaluating scripts. With the passing of time, changes have taken place in evaluation strategies too. Evaluation certainly has become more liberal, not as tight as it used to be. You ought to keep in mind that the underlying principle of the whole business revolves around the trick that somebody somewhere is trying to attach you a price tag from the limited space of your script, and you in turn, from your part, try your best to convince them that you are far too good. Whenever you face an exam, always keep in mind that no one has ever faced an exam fully prepared and confident. So all the best. We are all with you. Be brave. Give you the best. March forward. Thank you.
ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.